കഴിഞ്ഞ വർഷം റിലീസായ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ ത്രില്ലർ പടമാണ് ക്യാരി ഓൺ. ഒരു എയർപോർട്ടിനുള്ളിൽ നടക്കുന്ന കഥയാണ്. വളരെ ഇന്റൻസ് ആയിട്ട് ത്രൂ ഔട്ട് എൻഗേജിംഗ് ആയിട്ട് അത്ര അടിപൊളിയായിട്ട് പോകുന്ന ഒരു പടം. എയർപോർട്ട് സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ ഹീറോയുടെ ഗേൾ ഫ്രണ്ടിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ടെററിസ്റ്റുകൾ അവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഹീറോയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഈ പ്രശ്നങ്ങളൊക്കെ ഹീറോ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിലവൻ വിജയിച്ചോ ഇല്ലയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിൽ പറയുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ക്രിസ്മസ് ടൈം ആയി വരുന്നു. ക്രിസ്മസ് ട്രീസും മറ്റുമൊക്കെ വിൽക്കുന്ന ഫ്രഷ് കട്ട്സ് എന്നൊരു കടയിൽ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ഷോപ്പ് റൺ ചെയ്യുന്ന ഈ താടിക്കാരൻ ഒരു കള്ളക്കടത്തുകാരൻ കൂടിയാണ്. പല രാജ്യങ്ങളിൽ നിന്ന് പല സബ്സ്റ്റൻസുകൾ ലീഗൽ അല്ലാത്ത രീതിയിൽ ഇയാൾ കടത്തി കൊടുക്കും. റീസെന്റ് ഇയാൾ കടത്തിക്കൊണ്ടുവന്ന ഒരു പ്രോഡക്റ്റാണ് നോവിചോക്ക്. നോവിചോക്ക് കടത്തിക്കൊണ്ടുവരാൻ ഓർഡർ ചെയ്ത വ്യക്തി ഇപ്പോൾ അത് വാങ്ങാൻ വന്നപ്പോൾ റഷ്യയിൽ നിന്ന് ഈ സാധനം ഇവിടെ വരെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് കൂടുതൽ പണം വേണമെന്ന് ആവശ്യപ്പെടുവാണ് താടിക്കാരൻ. നോവിചോക്ക് ഓർഡർ ചെയ്ത വ്യക്തി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് ഇയാൾ ആവശ്യപ്പെടുന്ന അത്രയും പണവുമായിട്ടാണ് ഇവിടെ വന്നത്. താടിക്കാരൻ പണം ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കി. ദെൻ പണം എടുത്ത് അതേ കൈകൊണ്ട് പുള്ളി മൂക്കിൽ ഒന്നും തൊടുന്നുണ്ട്. പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത വ്യക്തിയുടെ മുന്നിലേക്ക് BMW കീ ഇട്ട് കൊടുത്തിട്ട് അവിടെ ബാക്കിൽ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിക്കിയിലുണ്ട് നീ ആവശ്യപ്പെട്ട സാധനം എന്നങ്ങോട്ട് പറഞ്ഞതും താടിക്കാരൻ ചുമച്ചു തുമ്മി പടുപെട്ടിന്ന് താഴെ വീണു. നോവിചോക്ക് ഓർഡർ ചെയ്ത വ്യക്തി കൊടുത്ത പണത്തിൽ എന്തോ ഒരു രാസവസ്തു കലർത്തിയിരുന്നു. അയാൾ ആ പണം എടുത്തിട്ട് അതേ കൈകൊണ്ട് മൂക്കിൽ തൊട്ടതും ആ രാസവസ്തു ഉള്ളിൽ പോയി ആ മനുഷ്യൻ വീണ് മരിക്കുകയാണ്. അതായത് പറഞ്ഞു വരുമ്പോൾ നോവിചോക്ക് ഓർഡർ ചെയ്ത ഈ വ്യക്തിയാണ് വില്ലൻ. താടിക്കാരൻ ഇട്ട് കൊടുത്ത വണ്ടിയുടെ കീ പോലും ഫുള്ള് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാണ് ഇയാൾ എടുക്കുന്നത്. മാത്രമല്ല താടിക്കാരന്റെ കൂടെ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് താടിക്കാരന്റെ കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിലേക്ക് തന്നെ ഫ്ലെയിമബിൾ ലിക്വിഡ് ഒഴിച്ച് തീ കൊളുത്തി. ദെൻ അയാൾ നേരത്തെ പറഞ്ഞ BMW ഡിക്കി തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഇയാൾ ആവശ്യപ്പെട്ട പ്രൊഡക്റ്റ് ഉണ്ട്, നോവിചോക്ക്. ഈ പറഞ്ഞ നോവിചോക്ക് എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അതൊരു സ്യൂട്ട് കേസിനകത്താണ്. ആ സ്യൂട്ട് കേസിന് മുകളിലേക്ക് ഒരു റെഡ് റിബൺ ഇട്ട് അയാൾ ഡിക്കി ക്ലോസ് ചെയ്യുന്നത് കാണിച്ച് അവിടെ കട്ട്. അയാൾ അടുത്ത സീനിൽ നമുക്ക് കാണിച്ചു തരുന്നത് ഇവരാണ് നമ്മുടെ ഹീറോയിനും. ഹീറോയുടെ പേര് ഈതൻ, ഹീറോയിൻ നോറ പ്രഗ്നന്റ് ആണ്. അതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും. രണ്ടാളും എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഈതൻ എയർപോർട്ട് സെക്യൂരിറ്റി ആയിട്ടും നോറ ഓപ്പറേഷൻസിലും. ഈ ക്രിസ്മസ് ഇവർക്ക് വളരെ സ്പെഷ്യലാണ്. കുഞ്ഞൊക്കെ ഉണ്ടാവാൻ പോലെ ഇതിന് ചെറിയൊരു ആശങ്കയുണ്ട്. ലൈഫിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഫിനാൻഷ്യലി കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയായിട്ട് മതിയായിരുന്നു ഇതെന്നൊരു ചിന്തയുണ്ട്. ഇപ്പോൾ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അവനൊരു പ്രൊമോഷനൊക്കെ കിട്ടി ഒന്ന് ഓക്കെ ആകുവാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതാണല്ലോ അതിന്റെ ശരി. പെട്ടെന്ന് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നതിലും ബുദ്ധിമുട്ടല്ലേ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞ് കല്യാണത്തിലേക്കൊക്കെ പോയി കുട്ടികളൊക്കെ ആവുന്നത്. ബൈ ദ വേ ഇവിടെ ഇവർ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. സ്റ്റിൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അങ്ങനെയൊക്കെ ഇരുവരും മുന്നോട്ട് പോകുന്നു. ഇതിന് പോലീസായിട്ട് ജോലി കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. ബട്ട് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഏതോ ടെസ്റ്റിൽ അവൻ ഫെയിലായി. പിന്നീട് അവൻ എയർപോർട്ട് സെക്യൂരിറ്റി ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ പോകുന്നു. താല്പര്യമില്ലാത്ത ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ ആത്മാർത്ഥതയൊന്നും കാണിക്കാറില്ല. ഇതിന്റെ ജൂനിയേഴ്സ് ആയിട്ട് പഠിച്ചവർ വരെ പ്രൊമോഷൻ കിട്ടി മുന്നോട്ട് പോയപ്പോൾ ഇതിന് എങ്ങനെയാണോ അന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഇങ്ങനെ പോകുന്നു. എയർപോർട്ടിലെ സീരിയസ് ആയിട്ടുള്ള ജോലികളൊന്നും ഇവന്റെ സീനിയേഴ്സ് ഇവനെ ഏൽപ്പിക്കാറില്ല. ഇതിന്റെ ആത്മാർത്ഥത അത്രേ ഉള്ളൂ. ചെയ്യുന്ന ജോലി പ്രോപ്പറായിട്ട് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൊമോഷനും ഇല്ല, ലൈഫിൽ ഒരു മുന്നേറ്റവും ഇല്ല. ഇഷ്ടപ്പെട്ട ജോലി വല്ല ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി മുന്നോട്ട് പോകുന്നു. ഇവൻ ഈ ജോലിയിൽ വലിയ താല്പര്യമില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാവുന്ന നോറ ഇവനോട് ഇടയ്ക്കിടെ പോലീസ് ജോബിൽ വീണ്ടും അപ്ലൈ ചെയ്യും. എങ്ങനെയും ഇഷ്ടപ്പെട്ട ആ ജോലി നേടിയെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ ആൾക്ക് എന്തോ താല്പര്യമില്ലാത്ത പോലെ. പോലീസ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കക്ഷിക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ എന്തോ ഒരു മടി. നോറയ്ക്ക് ഇവിടെ ജോലി കിട്ടിയോണ്ടാണ് ഇവന് ഇങ്ങോട്ട് വന്നത്. ഇതേ എയർപോർട്ട് സെക്യൂരിറ്റി ആയിട്ട് ജോയിൻ ചെയ്യാൻ കാരണവും ഇതൊക്കെ തന്നെയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും പരിചയപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരുവരും. ലൈഫിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ റിലേഷനെ അത് ബാധിക്കുന്നില്ല. സ്മൂത്ത് ആയിട്ട് ഹാപ്പി ആയിട്ട് അന്നും ഇന്നും ഒരുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു. എയർപോർട്ടിലെത്തിയതും ഈതൻ ഓട്ടത്തോടോട്ടം. ജോലിക്ക് കയറാൻ അല്പം ലേറ്റ് ആയിട്ടുണ്ടേ. പതിവാണ്. പല സെക്ഷൻസിലൂടെ കയറി ഇറങ്ങി ഓടി ചെല്ലുവാണ്. ഓരോരോ സെക്ഷൻസ് ആയിട്ട് നമുക്കിങ്ങനെ പ്രത്യേകം കാണിച്ചു തരുന്നുണ്ട്. ഇന്നിപ്പോൾ ക്രിസ്മസ് ഈവാണ്. ഹോളിഡേയ്സ് ഒക്കെ എപ്പോഴും തിരക്കായിരിക്കും. പാസഞ്ചേഴ്സ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ചിലരൊക്കെ വൻ അലമ്പായിരിക്കുന്നേ. എത്ര പറഞ്ഞാലും കേൾക്കൂല. അങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻ പിടിപ്പിക്കാനായിട്ട് വരുന്ന കുറേ പാസഞ്ചേഴ്സിനെ നേരിടണം. പാസഞ്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് പ്രകോപിപ്പിക്കുന്ന പല ആക്ഷൻസ് ഉണ്ടാവും. അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് അവരെ സമാധാനപ്പെടുത്തി എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തേക്കണം എന്നിങ്ങനെയൊക്കെ ഇതിന്റെ സീനിയർ ഇതിനെ പോലെ എയർപോർട്ട് സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് നമ്മുടെ ഈതൻ ഓടിച്ചെന്ന് അങ്ങോട്ട് കയറുന്നത്. സാർ ഇന്നും കറക്റ്റ് സമയത്താണല്ലോ. രാവിലെ തന്നെ ഈതിന് കിട്ടാനുള്ളത് കിട്ടി. സ്ഥിരമായതുകൊണ്ട് പുള്ളിക്കാരൻ ഇത് വലിയ കാര്യമാക്കുന്നില്ല. ദെൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ലയണൽ എന്നൊരു ഓഫീസർ ഇവരോട് എല്ലാവരോടും ഒരുപാട് കൗണ്ടർ ഫീറ്റ് ബോർഡിംഗ് പാസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ബോർഡിംഗ് പാസുകളും പ്രോപ്പറായിട്ട് ഇങ്ങനെ ലൈറ്റ് ഒക്കെ യൂസ് ചെയ്ത് ചെക്ക് ചെയ്തിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എല്ലാവരോടും എത്രയും വേഗം റെഡിയായി ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഈ കാണുന്ന ഇവനെ കണ്ടില്ലേ, ഇവനാണ് എഡ്ഡി. പുള്ളിക്കാരൻ ഒരു ആൽബം ഇറക്കിയിട്ടുണ്ട്. ഇക്കാര്യം ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഇങ്ങനെ ചുറ്റി നടന്ന് പറയാണ്. നമ്മുടെ ഹീറോയുടെ അടുത്ത് ചെന്ന് ഇവന്റെ പുതിയ ആൽബത്തിലെ പാട്ടുകൾ കേൾക്കണം, എന്റെ പാട്ട് കേട്ടാൽ നിനക്ക് ട്വിൻസ് ജനിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഈതനാണെങ്കിൽ നോറ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഇവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജേസനോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ജേസൺ ആണെങ്കിൽ ഇക്കാര്യം ഇവിടെ മുഴുവൻ പാട്ടാക്കി. എന്തായാലും ഒരു ദിവസം പറയേണ്ടതല്ലടാ ഇതൊക്കെ. ഇനി ഇത്രയും പേര് നിനക്കൊരു നല്ല കുഞ്ഞ് ജനിക്കാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് കരുതി. നമ്മുടെ ഈതിന് ഈ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്നും അവന് പോലീസ് ആവണമെന്നാണ് ആഗ്രഹം എന്നുള്ള കാര്യമൊക്കെ ജേസൺ അറിയാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ സംഭവിച്ചില്ല. ഇവൻ റിജക്റ്റഡ് ആയി. അതിനുശേഷം ഇവൻ വീണ്ടും അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് കരുതി ഇപ്പം ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത ഇല്ലാതെ ഇങ്ങനെ നടന്നാൽ പോരാ. ജേസൺ ഇതിനേക്കാളും 2 മാസം ജൂനിയറാണ്. എന്നിട്ടും അവന് 2 പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഒറ്റ പ്രൊമോഷൻ പോലും കിട്ടിയിട്ടില്ല. അത് ഇവന് കഴിവില്ലാത്തതുകൊണ്ടല്ല, ഇവൻ ശ്രമിക്കാഞ്ഞിട്ടാണ്. ഈ ഇപ്പോൾ കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചിലവ് കൂടും, ജീവിതം ആകെ മറിയും. സോ എങ്ങനെയും പ്രൊമോഷൻ നേടിയെടുക്കാനാണ് ജേസന്റെ അഡ്വൈസ്. കാര്യത്തിന്റെ ഗൗരവം ഇതിന് മനസ്സിലായതുകൊണ്ട് അവൻ അദ്ദേഹത്തിന്റെ സീനിയർ ഫിലിന്റെ അടുത്ത് നിന്ന്, സാർ ഈ ജോലി ഞാൻ ഈ സീരിയസ് ആയിട്ട് നിന്നോളാം. എനിക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലി ചെയ്താൽ ഞാൻ അത് സീരിയസ് ആയിട്ട് ചെയ്തോളാം. എനിക്ക് പ്രൊമോഷൻ വേണം സാർ. ഇതിന്
നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി? ഇങ്ങനെയൊക്കെ തോന്നിയല്ലോ, അതിൽ സന്തോഷം. പക്ഷേ ആത്മാർത്ഥത ഇല്ലാത്തവരെ അല്ല എനിക്ക് വേണ്ടത്. ഇവിടെ ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുന്ന ഇത്രയും ആളുകളുണ്ട്. നിന്നെ പോലെ ഒരാളെയൊക്കെ പിടിച്ച് പ്രധാനപ്പെട്ട ജോലി ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റൂലടാ. ഈതൻ ഫില്ലിന്റെ പിന്നാലെ ചെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറി, സാർ ഇതുവരെയുള്ള എൻ്റെ ജോലി കൊണ്ട് ഞാൻ ആത്മാർത്ഥത ഇല്ലാത്തവനായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. ബട്ട് അത് അങ്ങനെയല്ലെന്ന് പ്രൂവ് ചെയ്യാനൊരു ചാൻസ് താ. ഇതുവരെ ത്രെറ്റ് അസസ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് റെക്കോർഡുള്ളത് എനിക്കല്ലേ. പലതവണ ടോപ്പ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഒരു ത്രെറ്റ് ഉണ്ടെങ്കിൽ ഇവരെ ആരെക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുവരെ എൻ്റെ സൈഡിൽ നിന്ന് കുറേ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ചാൻസ് താ സാർ. ഇതിന്റെ വാക്കുകൾ ഫില്ലിന് വിശ്വാസമാണെങ്കിലും നിലവിൽ ഓൾറെഡി എല്ലാ പൊസിഷൻസും അസൈൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. എന്നാൽ ഉടനെ റൂമിലുണ്ടായിരുന്ന നമ്മുടെ ഈദന്റെ സുഹൃത്ത് ജെയ്സൺ അദ്ദേഹത്തിന്റെ ജോലി തൽക്കാലം ഈദിന് കൊടുത്തേക്കാൻ പറഞ്ഞു. ജെയ്സൺ എന്ന് ബാഗേജ് ഹാൻഡലറായിട്ട് നിൽക്കാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. തനിക്ക് പകരം ഇന്ന് ആ ജോലി ഈദൻ ചെയ്യട്ടെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലിയാണ്. ട്രാവലേഴ്സിന്റെ ക്യാരി ബാഗുകളൊക്കെ ചെക്ക് ചെയ്ത് അതിൽ ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസ് ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുന്ന പണി. ആ ജോലി ചെയ്ത് ഈദൻ അവന്റെ കഴിവ് തെളിയിക്കട്ടെ എന്ന് ജെയ്സൺ തന്നെ മാറിക്കൊടുത്ത സ്ഥിതിക്ക് ഫില്ലും സമ്മതിച്ചു. കട്ട് ചെയ്താൽ എയർപോർട്ടിന്റെ പാർക്കിംഗ് സെക്ഷനിലേക്ക് റെഡി ടെഡി എന്നൊരു വാൻ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. വാൻ ഓടിക്കുന്ന ഈ വ്യക്തിയെ നമുക്ക് ദ വാച്ചർ എന്ന് വിളിക്കാം. ഇയാൾ വാനിനുള്ളിൽ ഒരാളെ ഇങ്ങനെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കൂടാതെ എയർപോർട്ട് സിസ്റ്റം ഹാക്ക് ചെയ്ത് അവിടുന്നുള്ള ലൈവ് വിഷ്വൽസ് എടുത്തു. എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇവൻ എന്തായാലും ഒറ്റയ്ക്കായിരിക്കില്ല. യുവമാരാരൊക്കെയോ ചേർന്ന് ക്രിസ്മസ് ദിവസം തന്നെ വലിയ എന്തോ പണി ഒപ്പിക്കാൻ പോകുന്നു. ആൻഡ് നമ്മുടെ ഹീറോ ഇവിടെ ബാഗേജ് ഹാൻഡിംഗ് സെക്ഷനിലേക്ക് ചെല്ലുമ്പോൾ ഓഫീസർ ലയണൽ ഇവനെ അഭിനന്ദിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് പുള്ളിക്കാരൻ ഇത്ര സീരിയസ് ആയിട്ടൊരു ജോലി ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല അവന്റെ യൂണിഫോമിൽ എന്തോ ചെറിയ വരയൊക്കെ ഉണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്യാനായിട്ട് ക്ലോറക്സ് പെന്നും കൊടുത്തു. ഇതൊരു ബ്ലീച്ച് പെന്നാണ്. ഇങ്ങനെയുള്ള മഷി അത് ഇതൊക്കെ പതിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ പെൻ യൂസ് ചെയ്ത് അത് ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് ഈദൻ വർക്ക് ചെയ്യാൻ ചെന്നു. ഈദന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ പുള്ളിക്കാരനാണ് റോളണ്ട്. ആള് അത്ര ഫ്രണ്ട്ലി അല്ല, വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇതിനെ ഈ ജോലി ഏൽപ്പിച്ചത് പുള്ളിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ജോലിയിൽ സീരിയസ് അല്ലാത്തവരെ പുള്ളിക്ക് ഒട്ടും ഇഷ്ടമല്ല. വാട്ടവർ നമ്മുടെ ഈദിനോട് വർക്ക് തുടങ്ങി. ഓരോരുത്തരുടെയും ബാഗ് പരിശോധിച്ചു വരുന്നു. ഇന്നേരം എയർപോർട്ടിനുള്ളിലുള്ള ഒരു വ്യക്തി പുറത്തു കൊണ്ടുവന്ന് വാൻ പാർക്ക് ചെയ്ത് വാനിലിരിക്കുന്ന വാച്ചറിനോടും മറ്റെവിടെയോ ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയോടും സംസാരിക്കുന്നുണ്ട്. ഇയാളുടെ ആൾ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജേസന്റെ വീട്ടിലേക്കാണ്. ജേസന്റെ ഭാര്യയും കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകാനാണ് ഇവരുടെ ഉദ്ദേശം. അവർ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് വാച്ചർ എയർപോർട്ടിലെ മാറ്റം ശ്രദ്ധിക്കുന്നത്. ജേസൺ വർക്ക് ചെയ്യേണ്ട സ്പേസിൽ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഹീറോ ആണല്ലോ. ഇവർ ടാർഗറ്റ് ചെയ്തത് ക്യാരി ബാഗ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. ആ പൊസിഷനിൽ ഇന്ന് ജോലി ചെയ്യേണ്ടത് ജേസൺ ആയിരുന്നെങ്കിലും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് അവിടെ ഇരിക്കുന്നത് നമ്മുടെ ഈദനാണല്ലോ. സോ ഇവരുടെ പ്ലാൻസിലും മാറ്റം വരുത്തണം. ജേസന്റെ ഫാമിലിയെ തട്ടിക്കൊണ്ടു പോകുന്നതുകൊണ്ട് കാര്യമില്ല. ഈദനെ ടാർഗറ്റ് ചെയ്യണം. തുടർന്ന് ഇവർ ഈദനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തു. അങ്ങനെ ഈദൻ വർക്ക് ചെയ്യുന്ന അവിടെ ഒരു പെണ്ണ് അവളുടെ സാധനങ്ങളുടെ കൂട്ടത്തിൽ അവളുടേതല്ലാത്തൊരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞ് ഈദിന് കാണിച്ചു കൊടുത്തു. അതൊരു ചെറിയ ഇയർ പീസ് ആയിരുന്നു. ഈദനും ഈ സാധനം ലോസ്റ്റ് ആൻഡ് ഫോണിൽ ഇട്ടേക്കാമെന്ന് പറഞ്ഞ് അത് അവിടെ വെക്കാൻ ചെല്ലുമ്പോൾ ഈദന്റെ ഫോണിലേക്ക് ആ ഇയർ പീസ് അവന്റെ ചെവിയിൽ വെക്കണമെന്ന് മെസ്സേജ് വന്നു. ഈദൻ അത് ചെവിയിൽ വെച്ചതും അതിലൂടെ ഒരാൾ ഈദനോട് സംസാരിക്കുന്നു. ഈദൻ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഒരു ജീവന് ഒരു ബാഗ്, അതാണ് നമ്മുടെ ഡീൽ. ഓ അങ്ങനെയാണോ? എടാ എഡി, നീയല്ലേ ഈ സൗണ്ട് മാറ്റി സംസാരിക്കുന്നേ? നിന്റെ പ്രാങ്ക് പരിപാടിയൊക്കെ കൊള്ളാം. ഇതേപോലെ നിന്റെ ആൽബം നന്നായിരിക്കുമെന്ന് കരുതുന്നു. ഈദൻ, നീ സംസാരിക്കുന്നത് എഡിയോടല്ല. നീ പറയുന്ന എഡിദോ അവിടെ ലൈൻ 1-ലുണ്ട്. ഇത് കേട്ട് ഈദൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എഡി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈദന് സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായി. അവനും നേരെ അവന്റെ ചെയറിൽ ചെന്നിരുന്ന് ഇവനോട് സംസാരിക്കുന്ന ഈ വ്യക്തിയോട്, എന്താ നിനക്ക് വേണ്ടേ? നല്ല ചോദ്യം. കുറച്ച് കഴിയുമ്പോൾ എന്റെ ആള് ഒരു ബാഗുമായിട്ട് വരും. ബാഗിൽ നിങ്ങളുടെ സിസ്റ്റം അലോ ചെയ്യാത്ത കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ടാവും. നീ എനിക്ക് വേണ്ടി ആ ബാഗ് കടത്തി വിടണം. അല്ല, നീ ഉദ്ദേശിക്കുന്ന ഈ ബാഗിൽ എന്താ? അത് കുറച്ച് ഡയമണ്ട്സ് ആടാ. നീ അതങ്ങ് പാസ് ചെയ്ത് വിട്ടാൽ മതി. അയാൾ പറഞ്ഞ പോലെ ബാഗിൽ ഡയമണ്ട്സ് ഒന്നും ആയിരിക്കില്ലെന്ന് ഈദൻ അറിയാം. കാരണം അയാളുടെ മറുപടി ഇൻസ്റ്റന്റ് ആയിരുന്നു. ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പോലെ മറുപടി പറയുന്നു. ഈദന്റെ സുഹൃത്ത് ജേസനെ പറ്റിയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റിയും ഈവൻ ഈദന്റെ കുടുംബത്തെ പറ്റിയും പോലും ഈ വ്യക്തി ഇതിനോട് സംസാരിക്കുന്നുണ്ട്. നേരത്തെ ജേസന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും തട്ടിക്കൊണ്ടു പോകാനിരുന്ന വ്യക്തി ആ ദൗത്യം ഉപേക്ഷിച്ച് ഈദന്റെ വീട്ടിലെത്തി. അവിടുന്ന് ഈദന്റെ വൈഫിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടി. അവൾ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കി. ഇങ്ങനെ ഈദന്റെ വൈഫിനെ ടാർഗറ്റ് ചെയ്ത് ഈദനെ ഇവർ പറയുന്ന എന്ത് കാര്യവും അനുസരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. ഇതിനിടെ ഈദൻ തന്ത്രപരമായി 911 കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇവർ ക്യാമറയിലൂടെ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്നുള്ള വിഷ്വൽസ് എല്ലാം ലൈവായിട്ട് പുറത്ത് വാനിലിരിക്കുന്ന വാച്ചർ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. ഈദനോട് ആ ഫോൺ കട്ടി, ഇല്ലെങ്കിൽ നിന്റെ ഗേൾ ഫ്രണ്ട് നോറ മരിക്കും എന്ന് പറഞ്ഞു. എന്റെ ആളുകൾ സ്നൈപ്പറുമായി പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. അവളുടെ തലയിൽ ബുള്ളറ്റ് തറക്കുന്നേ കാണണോ നിനക്ക്? ഫോൺ കട്ടിയടാ. എന്നിട്ട് ആ ഫോൺ കൊണ്ടുപോയി ലോസ്റ്റ് ആൻഡ് ഫോണിൽ വെച്ച് ലോക്കി. ഇതെല്ലാം കേട്ട് ഇതിന് ഒരുമാതിരി അങ്ങായിപ്പോയി. നോറയ്ക്കൊന്നും സംഭവിക്കരുത്. നോറയ്ക്കും ഇവന്റെ കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരിക്കാൻ മറ്റു വഴിയില്ലാതെ ഇവന്റെ ഫോൺ ലോസ്റ്റ് ആൻഡ് ഫോണിൽ കൊണ്ടുവച്ച് ലോക്ക് ചെയ്തു. ദെൻ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈ പുള്ളിക്കാരിയാണ്, യെലേന, ഡിറ്റക്റ്റീവ് ആണ്. നമ്മൾ ആദ്യം കണ്ടില്ലേ ഒരു പുള്ളിക്കാരൻ ക്രിസ്മസ് ട്രീസ് ഒക്കെ വിൽക്കുന്ന ഒരാളുടെ സ്ഥലത്ത് നിന്ന്, ഒരു സ്മഗ്ലറിന്റെ സ്ഥലത്ത് നിന്ന് അയാളെ കൊന്ന് അയാളുടെ സ്ഥലമൊക്കെ കത്തിക്കുന്നത്. ആ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഡിറ്റക്റ്റീവ്. ഒരുപാട് നാളായിട്ട് ഇവർ ആ സ്മഗ്ലറിനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ അവരുടെ കണ്ണു വെട്ടിച്ച് നടക്കുമായിരുന്നു. ഇപ്പോൾ വേറെ ഏതോ ഒരുത്തം വന്ന് അയാളെ കൊന്നേക്കുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് സ്മഗ്ലറിന്റെ വാച്ച് കിട്ടി. വാച്ചിനകത്ത് ഒരു ബഗ് ഉണ്ടായിരുന്നു. സ്മഗ്ലറിനെ പിടിക്കാൻ ശ്രമിക്കുന്ന മറ്റേതോ ഫോഴ്സ് അല്ലെങ്കിൽ അവനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന മറ്റാരോ അവന്റെ വാച്ചിനുള്ളിൽ വെച്ചതാണ്. അതേതായാലും ഇവർക്ക് ഉപയോഗമായി. ഈ ബഗ്ഗിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ, ഈവൻ ഓഡിയോ വല്ലതും റെക്കോർഡ് ആയിട്ടുണ്ടെങ്കിൽ അത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ എന്താണ് ഇവിടെ ഈ അപകടത്തിന് മുമ്പ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങ് എയർപോർട്ടിൽ ഇതിനോട് സംസാരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തെ തൽക്കാലം നമുക്ക് ട്രാവലർ എന്ന് വിളിക്കാം. അയാൾ ഇവനോട് ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റി, ഇവന്റെ അച്ഛനെ അമ്മയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇവരെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കി ഈ ഒരു ടെൻഷൻ കണ്ടീഷനിൽ തന്നെ നിർത്തി അങ്ങേർക്ക് വേണ്ട കാര്യങ്ങൾ നടത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഒരു സ്ത്രീ അവളുടെ വാച്ചിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് ഈദൻ ശ്രദ്ധിക്കുന്നത്. അത് കണ്ടതും ഈദന് പെട്ടെന്നൊരു ഐഡിയ. അവന്റെ വാച്ചിൽ അവൻ വോയിസ് ടു ടെക്സ്റ്റ് ഓൺ ചെയ്തു. ഇനി അങ്ങോട്ട് ഈദൻ പറയുന്ന കാര്യങ്ങളെല്ലാം അവന്റെ വാച്ചിൽ ടെക്സ്റ്റ്
ആയിട്ട് വരും. നീ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കൊല്ലുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുവാണ്, ഒരു ബാഗ് കടത്തിക്കൊണ്ട് പോലെ നിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഇവൻ്റെ വാച്ചിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടെക്സ്റ്റ് ആക്കിയിട്ട് മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയിക്കാനായിരുന്നു ഇതിൻ്റെ ശ്രമം. അൺഫോർച്ചുനേറ്റ്ലി പുറത്തുനിന്ന് എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വാച്ചർ ഇത് കണ്ടു. അയാൾ ട്രാവലറിനോട് കാര്യം പറഞ്ഞു, ഈതൻ നിന്റെ വാച്ചിലെ വോയിസ് ടു ടെക്സ്റ്റ് ഓഫ് ചെയ്തിട്ട് അതും കൊണ്ടുപോയി ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് വെച്ചോ. ഇതിൻ്റെ നല്ല പ്ലാൻ ആയിരുന്നു, പക്ഷേ ഇവന്മാർ കണ്ടുപിടിച്ച് പോയല്ലോ. ഇതേ സമയം ഡിറ്റക്റ്റീവ് അവർക്ക് കിട്ടിയ ബഗ്ഗും കൊണ്ട് ഈ പുള്ളിക്കാരൻ്റെ അടുത്തിരുന്നു. ബഗ്ഗിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കണമെങ്കിൽ ഇവന് ഹോഹോസ് വാങ്ങി കൊടുക്കണമെന്നായിരുന്നു ഇവൻ്റെ ഡിമാൻഡ്. അതുകൊണ്ട് ഡിറ്റക്റ്റീവ് ഹോഹോസും കൊണ്ടാണ് വന്നത്. കൊതിയൻ അതിൽ നിന്ന് കുറച്ച് പോലും ഡിറ്റക്റ്റീവിന് കൊടുക്കാതെ അത് മൊത്തം കഴിച്ചിട്ട് ബഗ്ഗിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിച്ച ഒരു ഓഡിയോ കേൾപ്പിക്കുന്നു. ഓഡിയോ ഒട്ടും ക്ലിയർ അല്ല, എന്തൊക്കെയോ ആരൊക്കെയോ പറയുന്നുണ്ട്. എന്താ സംഭവം ഏതാ സംഭവം ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബഗ്ഗ് വെച്ചിരുന്ന വാച്ചെല്ലാം കത്തി നശിച്ചൊരു പരവുമായിരുന്നല്ലോ. അതിൽ നിന്ന് ഈ ഒരു ബഗ്ഗ് കിട്ടിയത് തന്നെ ഭാഗ്യം. മാക്സിമം ഇത്ര ഇൻഫോർമേഷൻ മാത്രമേ അതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്നാണ് ഇവൻ പറയുന്നത്. ഇതിനുവേണ്ടിയാണ് ഇവന് ഹോഹോസ് വാങ്ങിക്കൊടുത്തത്. ഹോഹോസ് വാങ്ങേണ്ടിയിരുന്നില്ലെന്ന് ഡിറ്റക്റ്റീവിന് തോന്നിപ്പോയി. ഇവിടെ എയർപോർട്ടിൽ ട്രാവലർ ഇതിനോട് പറയുന്നത് അയാൾ മറ്റാർക്കോ വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നതെന്നാണ്. ഇവർ കൊണ്ടുവരുന്ന ബാഗ് പ്ലെയിനിൽ കയറ്റി അയക്കണം, അത് മറ്റാർക്കോ വേണ്ടി ചെയ്യുന്ന ജോലിയാണ്. ശരിക്കും ആ ബാഗിനുള്ളിൽ എന്താണ്? നേരത്തെ അവൻ പറഞ്ഞ പോലെ ഡയമണ്ട്സോ ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും ആണോ? അതല്ലെങ്കിൽ ഇവന്മാർ വല്ല തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി അങ്ങനെ എക്സ്പ്ലോസീവ്സ് ആയിട്ടുള്ള സാധനങ്ങൾ വല്ലതും ആണോ? ഒന്നും തന്നെ വിട്ടു പറയുന്നില്ല. ഈതൻ പല പല കാര്യങ്ങൾ ചോദിച്ച് അങ്ങേരെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ അതിവിദഗ്ധമായി എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇവനെ കൺഫ്യൂസ് ആക്കുവാണ്. അല്ല ഈതൻ, നിന്റെ അച്ഛന് നീ ഒരു പോലീസുകാരനാവണമെന്നല്ലേ ആഗ്രഹം, എന്തേ അതിന് ശ്രമിച്ചില്ല? ഈതന്റെ മറുപടി, താൻ അതിന് ശ്രമിച്ചു, തനിക്ക് ജോലി കിട്ടിയില്ല, അതുകൊണ്ട് എയർപോർട്ടിൽ ജോലി ചെയ്യുന്നു എന്നാണ്. ഓ, ഒരു തവണ ശ്രമിച്ചുള്ളൂ, പിന്നെ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? പോലീസ് ആവണം നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, നിന്റെ സ്വപ്നത്തിന് വേണ്ടി നിനക്കൊന്ന് പരിശ്രമിച്ചുകൂടായിരുന്നു? ഈതം പറയുന്നതാണെങ്കിലോ എല്ലാ സ്വപ്നത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന്. സാഹചര്യം എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ലോ. എത്രയൊക്കെ ആഗ്രഹിച്ചാലും ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നടക്കില്ല. ഇത് കേട്ട് ട്രാവൽ റിവനോട്, ഈ ചെറിയ ജീവിതത്തിൽ അറിവും ബുദ്ധിയും കൊണ്ടൊന്നും മാത്രം കാര്യമില്ല ഈതൻ. എപ്പോഴും അവസരം കിട്ടണമെന്നില്ല, അവസരം ഉള്ള സമയത്ത് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അല്ലാത്ത പക്ഷം ജീവിതം ഏറ്റവും ഹാർഡായി മാറും. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പാസഞ്ചറിന്റെ കയ്യിൽ നിന്ന് പൊട്ടുന്ന സാധനം എന്തോ താഴെ വീണ് ആകെ മൊത്തം ശബ്ദമായി. ഇതിന്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി. ഇതിന്റെ ചെവിയിൽ വെച്ചിരിക്കുന്ന ഇയർപോർട്ടിലും ഇതേ ശബ്ദം കേൾക്കാം. വിച്ച് മീൻസ് ട്രാവലർ ഈ എയർപോർട്ടിൽ തന്നെയുണ്ട്. സറൗണ്ടിങ് സൗണ്ടും ഈ പോർട്ടിലെ സൗണ്ടും കൂടി ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കി ഇതിന് ഈ വ്യക്തിയെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവനോട് സംസാരിക്കുന്ന ട്രാവലറാണ് ദേ ഈ ഇരിക്കുന്നത്. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലേ ആ സ്മഗ്ലറെ ഒരുത്തം കൊന്നു കളയുന്നത്, ഇയാളാണത്. ഉടനടി ഈതൻ ലൈനിൽ നിന്ന് ഒരാളുടെ ബാഗ് പരിശോധിക്കണമെന്ന് പറഞ്ഞ് അത് വാങ്ങിയിട്ട് അയാളുടെ ബോർഡിംഗ് പാസ് വാങ്ങി. നേരത്തെ ലിയോണൽ നമ്മുടെ ഹീറോയ്ക്ക് കൊടുത്ത ആ പെൻ യൂസ് ചെയ്ത് അവന്റെ ബോർഡിംഗ് പാസിൽ എന്തോ എഴുതുന്നുണ്ട്. ബ്ലീച്ച് പെൻ ആയതുകൊണ്ട് അതിൽ എഴുതിയിരിക്കുന്നത് കാണണമെങ്കിൽ ഒരു പ്രത്യേക ലൈറ്റ് അടിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അവിടേക്ക് വരുന്ന ലയണലിന്റെ അടുത്ത് ഇതിന് ഈ ബോർഡിംഗ് പാസ് കൊടുത്ത് അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹവും ലൈറ്റ് അടിച്ച് ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് ലിയോണലിന് മനസ്സിലായി. ഭാഗ്യം, തന്ത്രപരമായി ഒരാളെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയിക്കാൻ സാധിച്ചല്ലോ എന്നെന്ന് കരുതി ആശ്വസിക്കാൻ വരട്ടെ. ഇക്കാര്യങ്ങളൊക്കെ ഇവർ ക്യാമറയിലൂടെ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഈതൻ എഴുതി കൊടുത്ത കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ലിയോണലിനെ ഈ ട്രാവലർ വന്ന് തട്ടുന്നുണ്ട്. നടന്നു പോകുന്നതിനിടെ ചെറുതായിട്ട് നിടിച്ചതേ ഉള്ളൂ. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു ചെന്നതും ലയണൽ ഇതേ താഴെ വീണു. അതുകൊണ്ട് നമ്മുടെ ഈതൻ അങ്ങോട്ട് ഓടി ചെന്നപ്പോൾ കാണുന്നത് ആ ബോർഡിംഗ് പാസ് എടുത്ത് അവിടുന്ന് മാറിപ്പോകുന്ന ട്രാവലറിനെയാണ്. അത്രയും ആളുകൾക്കിടയിൽ ഇവനൊന്നും ചെയ്യാൻ പറ്റാതായി പോയി. നിമിഷ നേരം കൊണ്ട് ലയണൽ മരിച്ചു വീണു. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ലയണലിന്റെ മരണത്തിൽ വിഷമിച്ചിരിക്കുന്ന ഈതന്റെ അടുത്ത് വരുന്ന ട്രാവലർ, ഈതൻ, ഇതെല്ലാം നിന്റെ മിസ്റ്റേക്കാണ്. നിന്നോട് ഞാൻ ചെറിയൊരു കാര്യമല്ലേ ആവശ്യപ്പെട്ടുള്ളൂ. ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അയാളെ കൊന്നുകളയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ലയണൽ മരിച്ചു. നോറ മരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ശരിക്കും ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളേ ഉള്ളൂ. ഒന്ന് കൺട്രോൾ ചെയ്യുന്നവര്, മറ്റൊന്ന് കൺട്രോൾ ചെയ്യപ്പെടുന്നവര്. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ നിനക്ക്? പോയി നിന്റെ ജോലി. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു റെഡ് ബേസ്ബോൾ ക്യാപ്പ് ഇട്ട് ഒരുത്തൻ അവിടെ വരും. അവന്റെ ബാഗ് ഒക്കെ പരിശോധിച്ചിട്ട് നീ എന്ത് ചെയ്യണം? അതിന് ഈതൻ ഒന്നും ചെയ്യരുത്, ആ ബാഗ് കടത്തിവിടണമെന്ന് പറഞ്ഞു. എക്സാക്ട്ലി, നിന്റെ ജോലി അത്രേ ഉള്ളൂ. ഇതനുസരിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ദെൻ ഈതൻ വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ അവിടെ ജേസൺ ഇരിക്കുന്നു. ഇവന്റെ സീനിയർ ഫിൽ ഈതനെ ആ പൊസിഷനിൽ നിന്ന് മാറ്റി. എത്രയും വേഗം ജേസനെ മാറ്റി ഈതൻ അവിടെ ഇരിക്കണമെന്ന് ട്രാവലർ പറഞ്ഞെങ്കിലും ഈതൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. എങ്ങനെ ജേസനെ അവിടെ നിന്ന് മാറ്റും? എന്തെങ്കിലും ചെയ്ത് ജേസനെ അവിടെ നിന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഉമാർ നോറയെ കൊന്നുകളയും. ഈതൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ജേസൺ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അവിടെ ഇരുന്ന് കോഫി കുടിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ഐഡിയ തോന്നി. ഓടിപ്പോയി റെസ്റ്റോറൻറ്റിൽ നിന്ന് ആൽക്കഹോൾസ് എടുത്ത് കോഫി ക്യാനകത്തൊഴിച്ച് ജേസന്റെ അടുത്ത് ചെന്ന് അവന്റെ ശ്രദ്ധ മാറ്റി ആ കോഫി മാറ്റി പകരം ഇവൻ കൊണ്ടുവന്ന ആൽക്കഹോൾ അവിടെ വെച്ചു. ഇത് കണ്ട് ട്രാവലർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. നീ ഇത്രയും ചെയ്തില്ലേ, ഇനി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ നേരെ ഫില്ലിന്റെ അടുത്ത് നിന്ന് അവിടെ ബാഗ്സ് ഒക്കെ ചെക്ക് ചെയ്യാനിരിക്കുന്ന ഇവരുടെ ആൾ മദ്യപിച്ചാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫില്ല് വന്ന് ചെക്ക് ചെയ്തപ്പോൾ സംഭവം ശരിയാണ്. ജോലി സമയത്ത് മദ്യപിച്ചതുകൊണ്ട് ജേസനോട് നിർത്തി വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ആ പൊസിഷൻ വീണ്ടും നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുവാണ്. തന്റെ കോഫി കപ്പ് മാറ്റി അവിടെ ഈ കപ്പ് വെച്ചത് ഹീറോ ആണെന്ന് ജേസന് മനസ്സിലാവുന്നുണ്ട്. അടുത്ത സുഹൃത്തായിട്ട് ഇവൻ തനിക്കിട്ട് ഇങ്ങനൊരു പണി പണിഞ്ഞല്ലോ, അവൻ പ്രൊമോഷന് വേണ്ടി ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ജേസൺ വിചാരിച്ചിട്ടുണ്ടാവും. മറ്റു വഴിയില്ലാത്തതുകൊണ്ട് ഇവൻ ചെയ്തു പോയതല്ലേ. ട്രാവലർ പറഞ്ഞ പോലെ റെഡ് ബേസ്ബോൾ ക്യാപ്പ് ഇട്ട് ആ പുള്ളിക്കാരൻ ബാഗ് കൊണ്ടുവരുമ്പോൾ ഇവനായിരിക്കും അവിടെ ഉണ്ടാവേണ്ടത്. ഈ ഗ്യാപ്പിൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ വെച്ച് ഇതിന്റെ ഫോൺ അവൻ തിരിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ട്രാവലർ പറഞ്ഞ പോലെ റെഡ് ബേസ്ബോൾ ക്യാപ്പ് ഇട്ട വ്യക്തി വന്ന് ബാഗ് അവിടെ വെച്ചു. ചെക്ക് ചെയ്തപ്പോൾ സിസ്റ്റത്തിന് പോലും കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അതിൽ. ബാഗിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലോസീവ്സ് ആണോ അല്ലെങ്കിൽ അതിനേക്കാളും മാരകമായിട്ടുള്ള എന്തെങ്കിലും ആണോ അറിയില്ല. ചെക്ക് ചെയ്തപ്പോൾ ഇത് ഡേഞ്ചേഴ്സ് ആണെന്ന് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിലും ഇത് കടത്തിവിടുക അല്ലാതെ ഇതിന് വേറെ വഴിയില്ല. ബാഗിനുള്ളിൽ എന്താണെന്ന് ഇതിന് മനസ്സിലാവുന്നില്ലെങ്കിലും ഇവിടെ ഡിറ്റക്റ്റീവ് പുള്ളിക്കാരുടെ അന്വേഷണത്തിലൂടെ ഉത്തരത്തിലേക്ക് എത്തുന്നുണ്ട്. ബഗ്ഗിൽ നിന്ന് കിട്ടിയ ഓഡിയോ കുറേ തവണ കേട്ടപ്പോൾ അതിൽ നോവ് ചെക്ക് അങ്ങനെ എന്തോ ഒരു വാക്കാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതെന്താണെന്നൊക്കെ ഗൂഗിൾ ചെയ്ത് വന്നപ്പോൾ നോവിചോക്കിനെ പറ്റി അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. നോവിചോക്ക് എന്നത് ഒരു ബയോ വെപ്പണാണ്, റഷ്യൻ മെയ്ഡ്. ഇത് ഉപയോഗിച്ച് നിമിഷ നേരങ്ങൾക്കുള്ളിൽ മനുഷ്യനെ
ഇല്ലാണ്ടാക്കി കളയും. ഒരു വൈറസ് പോലെ പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഇതിനങ്ങനെ ആന്റിഡോട്ടൊന്നുമില്ല. ഇതെങ്ങനെ സ്പ്രെഡ് ആയാൽ ഏതാനും നിമിഷങ്ങൾ മതി നെർവ്സും പൊട്ടി ബ്ലഡും പുറത്തു വന്ന് നിസ്സാര സമയം കൊണ്ട് ക്രൂവലായിട്ടുള്ള രീതിയിൽ ആളുകൾ കൊല്ലപ്പെടും. ഡിറ്റക്റ്റീവിന് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലും ഈ വെപ്പൺ ഇവരെ എയർപോർട്ട് വഴി മറ്റെങ്ങോട്ടോ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം പുള്ളിക്കാരിക്ക് അറിയില്ല. ഇവിടെ എന്തോ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് താൻ കടത്തിവിട്ടത് എന്ന് ഹീറോയ്ക്ക് ബോധ്യമുണ്ടെങ്കിലും ഇത്ര മാരകമായിട്ടുള്ള ഒരു സാധനമാണെന്ന് അവൻ അറിയില്ല. ഈ സാധനം കടത്താൻ ശ്രമിക്കുന്ന റെഡ് ഹാറ്റിട്ട പുള്ളിക്കാരന്റെ പേര് അയാളുടെ ബോർഡിംഗ് പാസിൽ നിന്ന് ഹീറോ മനസ്സിലാക്കുന്നുണ്ട്. അവന്റെ പേര് മറ്റേയോയെ തടഞ്ഞു നിർത്തി അവന്റെ ബാഗിലുള്ളത് എന്താണെന്ന് തുറന്ന് പരിശോധിക്കണമെന്നൊക്കെ ഹീറോയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആഗ്രഹിക്കാനല്ലേ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും ആക്ഷൻ ഇവന്റെ സൈഡിൽ നിന്ന് ഉണ്ടായാൽ ഉറപ്പായി ഇവന്റെ ഗേൾ ഫ്രണ്ട് കൊല്ലപ്പെടും. എല്ലാം കൂടെ ആലോചിച്ചിട്ട് ഒരുമാതിരി വൊമിറ്റ് ചെയ്യാമെന്ന് അവൻ നേരെ റെസ്റ്റ് റൂമിൽ പോയി വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അവിടേക്ക് ട്രാവലറും ചെന്നു. അയാളുടെ ഒരു പ്ലാസ്റ്റിക് ഗണ്ണുണ്ട്. എന്ത് തരത്തിലുള്ള വെപ്പണാണ് ആ ബാഗിലുള്ളത് എന്ന് ഇയാൾ ഈദന് പറഞ്ഞു കൊടുക്കുന്നു. പ്ലെയിനിലുള്ള സകല ആളുകളെയും കൊല്ലാനാണത്ര ഇവരുടെ പ്ലാൻ. ബൈ ദ വേ ഈദൻ, നീ നിന്റെ ഫോൺ അവിടെ നിന്ന് എടുത്തായിരുന്നല്ലോ അല്ലേ? ആ ഫോൺ ഇവിടെ വെച്ചേക്ക്. ഈദനും ഫോൺ അവിടെ വെച്ചു. ഇവന്മാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്നേ. ഓക്കെ ഈദൻ, നീ പോയി നിന്റെ ഭാര്യയുടെ കൂടെ ലഞ്ച് കഴിയുക. ഞങ്ങൾ പറയുന്ന പോലെ കേട്ടാൽ മതി, വേറൊരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് ട്രാവലർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇവരാവശ്യപ്പെട്ട പോലെ ഈദൻ ബാഗ് കടത്തി വിട്ടെങ്കിലും ആ ബാഗും കൊണ്ട് ഇവന്മാർ ഫ്ലൈറ്റിൽ കയറുന്നവരെങ്കിലും ഈദന്റെ വാടപ്പിച്ച് നിർത്തണമല്ലോ. അതുവരെയും ഈദനെ വിടാനുള്ള ഉദ്ദേശമില്ല. ഇതേസമയം നമ്മുടെ ഡിറ്റക്റ്റീവിനെ കാണാനായിട്ട് ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ നിന്ന് ഏജന്റ് ജോൺ ആൽക്കോട്ട് വരുന്നുണ്ട്. നോവിച്ചോക്ക് എന്ന മാരക സബ്സ്റ്റൻസ് ആണ് അവർ കടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതും ഡിറ്റക്റ്റീവ് തന്നെയാണ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലേക്ക് കോൾ ചെയ്തത്. ഇങ്ങനെയുള്ള നാഷണൽ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഇവരാണ്. ഇതേസമയം തന്നെ ഇന്ന് രാവിലെ നമ്മുടെ ഈദൻ 911 കോൺടാക്ട് ചെയ്തതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഈദൻ ജസ്റ്റ് ഡയൽ ചെയ്തതേ ഉള്ളൂ. അവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അവനെ കൊണ്ട് പറയാൻ സാധിച്ചില്ല. എന്നാലും നിലവിലത്തെ ഈ സംഭവങ്ങളെല്ലാം കൂടെ കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ ഈദനും ഇപ്പം നടക്കുന്ന ഈ സംഭവങ്ങൾക്കും എന്തോ ബന്ധമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. സെയിം ടൈം ഇവിടെ എയർപോർട്ടിൽ നമ്മുടെ ഈദനും നോറയും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. നോറയ്ക്ക് ടഹീറ്റി പോകണം, വെക്കേഷൻ അവിടെ ആയിരിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അതൊക്കെ ഇവനോട് പറയുമ്പോൾ ഇതെല്ലാം മറ്റവരും കേൾക്കുന്നുണ്ട്. താൻ കാരണം ഒരു പ്ലെയിനിലുള്ള മുഴുവൻ പേരും മരിക്കാൻ പോവാണെന്നുള്ള പേടിയിലാണല്ലോ ഈദൻ. അതുകൊണ്ട് തന്നെ ഒരുമാതിരി പതറിയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ കറന്റ് ഈദന് പ്രൊമോഷൻ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതിനുവേണ്ട വർക്ക് അവൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയെങ്കിലും സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്താൽ ഇവന് പ്രൊമോഷൻ കിട്ടിയേക്കും. കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പണം സേവ് ചെയ്യാൻ പറ്റിയേക്കും എന്നൊക്കെ പറയുമ്പോൾ നോറയ്ക്കും സന്തോഷം. എന്നിരുന്നാലും നോറ ഈദനോട് പറയുന്നത്, നീ ഈ ജോലി തന്നെ തുടരാതെ നീ പോലീസിൽ ട്രൈ ചെയ്യ്. അതല്ലേ നിന്റെ ഡ്രീം. ഒന്നുകൂടെ ട്രൈ ചെയ്യ്, ഉറപ്പായിട്ട് നിനക്ക് കിട്ടും. ഇവളിങ്ങനെ സംസാരിക്കുന്നതിനിടെ ട്രാവലറും ഈദനോട് സംസാരിക്കുന്നുണ്ട്. പറ ഈദൻ, അവൾ പറയുന്ന പോലെയൊക്കെ ചെയ്യാവുന്ന പറ, സമ്മതിക്ക്. ഇതെല്ലാം കേട്ട് ഈദൻ അവനോടുള്ള മറുപടിയായിട്ട്, ഞാൻ എന്ത് ചെയ്യണം നീ എനിക്ക് പറഞ്ഞു തരണ്ട എന്നങ്ങ് പറഞ്ഞു. നോറ എങ്ങനെ ഞെട്ടിപ്പോയി. ഇവള് പറഞ്ഞതിനാണ് അവൻ മറുപടി പറഞ്ഞെന്ന് കരുതി. ഈദന്റെ ഡ്രീം അങ്ങനെ ആയതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ പറയാൻ പോയത്. അതിന് ഇങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടായതും നോറയ്ക്ക് ഒരുമാതിരി അങ്ങ് വിഷമമായി. ഉടനെ ട്രാവലർ, ഈദൻ പെട്ടുപോയല്ലോടാ, രാത്രി അവളെ ബെഡ്റൂമിൽ കയറ്റുമെന്ന് തോന്നുന്നില്ല, സോഫയിൽ കിടന്നുറങ്ങണമല്ലോ. നോറ എണീറ്റ് മാറിപ്പോകാൻ തുടങ്ങുമ്പോൾ ഈദൻ അവളോട്, നോറ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ബെസ്റ്റ് സമ്മാനം നീയാണ് എന്ന് പറയുമ്പോൾ അവളും ചിരിച്ചിട്ട് അവൾക്ക് കിട്ടിയ ബെസ്റ്റ് സമ്മാനം ഇവനാണ് എന്ന് പറയും. ഓഹോ ഈദൻ, നീ കൊള്ളാലോ, സിറ്റുവേഷൻ മാനേജ് ചെയ്തു. എന്തായാലും സോഫയിൽ കിടന്നുറങ്ങേണ്ടി വരത്തില്ല. ദെൻ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും വർക്ക് തുടങ്ങി. ഈ സമയം കുറച്ച് ഡിറ്റക്റ്റീവ്സ് ഇവിടേക്ക് വന്ന് എത്രയും വേഗം ബോർഡിംഗ് ഒക്കെ നിർത്തിക്കോളാൻ പറഞ്ഞു. എന്തോ എമർജൻസി സിറ്റുവേഷൻ ഉണ്ട് അത്രേ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ ഇങ്ങനെ നിർത്തി വെക്കാറുള്ളൂ. തുടർന്ന് എയർപോർട്ട് സെക്യൂരിറ്റീസിനെ എല്ലാം മീറ്റിംഗ് റൂമിലേക്ക് വിളിച്ചു. കൂട്ടത്തിലത്തെ ഈ പുള്ളിക്കാരനോട് മാത്രം ഇവിടെ വയലന്റ് ആയിട്ട് നിൽക്കുന്ന കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്തോളാൻ പറഞ്ഞു. പാവം ഇവൻ പെട്ട്. ജനങ്ങളെല്ലാം ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനെല്ലാം ഇവൻ മറുപടി കൊടുക്കേണ്ടി വരും. എന്താ സംഭവം ഏതാ സംഭവം ഇവൻ ഒരു ഐഡിയ ഇല്ലതാനും. സഡൻ ആയിട്ട് ബോർഡിംഗ് നിർത്തിയിട്ട് റാൻഡം ആയിട്ട് കുറച്ച് പാസഞ്ചേഴ്സിനെ ചെക്ക് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്തോ എവിടെയോ ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകളെ ചെക്ക് ചെയ്ത് വിടാനാണ് പറയുന്നത്. ഈ അവസരം മുതലാക്കാൻ നമ്മുടെ ഹീറോ തീരുമാനിച്ചു. ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എയർപോർട്ട് സിസ്റ്റത്തിൽ മറ്റേയുടെ പേര് ഒരു തവണ കൂടി ആഡ് ചെയ്ത് വിട്ടു. റെഡ് ഹാറ്റ് ഒക്കെ വെച്ച് ആ ബാഗ് കൊണ്ട് പോയവനില്ലേ, അവന്റെ പേര് ഒരു തവണയും കൂടെ ആഡ് ചെയ്ത് വിട്ടു. ഇങ്ങനെ ചെയ്താൽ സ്വാഭാവികമായിട്ട് ഇവർക്ക് സംശയം തോന്നുമല്ലോ. ഇവരെന്തായാലും മറ്റേയോയി ചെക്ക് ചെയ്യും, അവന്റെ ബാഗ് ചെക്ക് ചെയ്യും. അവൻ ഫ്ലൈറ്റിൽ കയറുന്നത് തടയാനും പറ്റും. പിന്നെ ഈ മീറ്റിംഗ് നടന്ന റൂമിൽ ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ച് ഹീറോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം വില്ലന്മാർക്കും അറിയാൻ പറ്റില്ല. അങ്ങനെ മീറ്റിംഗ് അവസാനിച്ചു. വീണ്ടും വർക്ക് തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ ജേസൺ ഹീറോയെ കാണുന്നത്. ജേസൺ ഇങ്ങനൊരു പണി കൊടുത്തത് ഹീറോ ആണെന്ന് അങ്ങേർക്ക് മനസ്സിലായിരുന്നല്ലോ. പ്രൊമോഷന് വേണ്ടി സ്വന്തം സുഹൃത്തിനെ ചതിച്ചെന്ന് പറഞ്ഞ് ജേസൺ വളരെ മോശമായിട്ട് നമ്മുടെ ഹീറോയോട് സംസാരിച്ചിട്ടാണ് അവിടെ മാറി പോകുന്നത്. ദെൻ കുറച്ച് സമയം കഴിഞ്ഞതും മറ്റേയോയെ ചെക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ട് സെക്യൂരിറ്റി വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇത് കണ്ട ട്രാവൽ റീതനോട്, ഈദൻ നീ എന്താ ചെയ്തേ? വാട്ട്, ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ കള്ളം പറയുക. നീ എങ്ങനെ ഇങ്ങനെ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതിന് കാരണം നീയാണ്. ഉടനെ ഈദൻ എണീറ്റ് ട്രാവലർ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ പോടങ്ങ് മാറ്റി. എന്നിട്ടൊരൊറ്റ ഓട്ടം നോറയുടെ അടുത്തേക്ക്. അവളുടെ അടുത്ത് നിന്ന് അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവിടുന്ന് മാറ്റണം. ഓടി നോറയുടെ അടുത്ത് നിന്ന് അവളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അവിടെ തിരക്കിലായതുകൊണ്ട് പുള്ളിക്കാരി കുറച്ചൊന്ന് ലാഗടിച്ചു. സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്ത് അവളെ മനസ്സിലാക്കിക്കുന്നതിന് മുന്നേ തന്നെ അവളുടെ തലയിൽ ലേസർ പോയിന്റ് ആയിരിക്കുന്നത് ഇതിന് കാണാം. ഒരിത്തിരി ലേറ്റായി. ഈദന്റെ പ്ലാൻ വർക്കൗട്ടായില്ല. നോറയെ രക്ഷിക്കാൻ വേണ്ടി ഈദിന് വീണ്ടും ഈർപ്പോട് എടുത്ത് ചെവിയിൽ വെക്കേണ്ടി വരുന്നുണ്ട്. അതിബുദ്ധി കാണിക്കല്ലേ ഈദൻ, നിന്റെ അതിബുദ്ധി കാരണം അവളുടെ ജീവൻ ഇപ്പോൾ പോയനെയും. നീ അവളെ പിടിച്ചു മാറ്റാനൊന്നും ശ്രമിക്കണ്ട. അത്രയും പവർഫുൾ ആയിട്ടുള്ള സ്നൈപ്പറാണുള്ളത്. നീ അവളെ എങ്ങനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാലും അവൾ മരിക്കും. ഇപ്പം മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചോ, ഇല്ലെങ്കിൽ നിന്റെ ഗേൾ ഫ്രണ്ട് നിന്റെ കൺമുന്നിൽ വെച്ച് ചാവുന്നത് കാണാം. ഇതിനിപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ല. കൂടുതലൊന്നും നോറയോടും പറയാൻ പറ്റിയില്ല. അവൻ അവിടെ നിന്ന് മാറിപ്പോയി. ഇതെല്ലാം കണ്ട് നോറ അങ്ങ് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതിനൊരുമാതിരി ഓവറായിട്ട് എന്തോ കാണിച്ചു കൂട്ടുന്ന പോലെയല്ലേ അവൾക്ക് തോന്നുന്നു. ഇതിന് നേരെ റെസ്റ്റ് റൂമിൽ ചെന്ന് കയറി മുഖം കഴിയുമ്പോൾ ട്രാവലർ അവിടെ വന്ന് അവനെ എടുത്തിട്ട് അടിക്കും. ഇതിനും തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ട്രാവലർ ഇവനേക്കാളും ബെറ്റർ ആയിട്ട് ഫൈറ്റ് ചെയ്തു. എന്നാലും കിട്ടിയതൊക്കെ ഈദൻ
ട്രാവലറിന്റെ ഗൺ എടുത്ത് അയാൾക്ക് നേരെ പോയിന്റ് ചെയ്ത് ഇയാളുടെ കൂടെയുള്ള സ്നൈപ്പറില്ലേ വാച്ചർ, ആ പുള്ളിക്കാരനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറയുന്നു. ട്രാവലറും ഒരുമാതിരി അങ്ങ് പേടിച്ചു. വേണ്ട ഷൂട്ട് ചെയ്യരുത്, നീ പറയുന്ന പോലെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പതിയെ എണീറ്റ് ഇയാളുടെ കയ്യിലുള്ള ഫോൺ എടുത്ത് വാച്ചറിനെ വിളിക്കുകയാണെന്നുള്ള മട്ടിൽ അതിൽ ടൈമർ ഓൺ ചെയ്തു. 10 മിനിറ്റ് സമയം. 10 മിനിറ്റിനുള്ളിൽ മറ്റേയുടെ ബാഗിലുള്ള എക്സ്പ്ലോസീവ് പൊട്ടിത്തെറിക്കും. വൈറസ് എയർപോർട്ട് മുഴുവൻ സ്പ്രെഡ് ആവും. ഇവിടെയുള്ള സകല ആളുകളും വെയിൻസ് പൊട്ടി മരിക്കും. ഈ സാധനം തടഞ്ഞു നിർത്താൻ ഒരു ആന്റിഡോട്ട് പോലുമില്ല. ഇത്രത്തോളം ആളുകൾ മരിക്കും എന്നുള്ള കാര്യം തീർച്ച. കുട്ടാ ഈതൻ, എന്തായാലും ഇത് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നീ തന്നെ ചെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. നിന്റെ സാറ് മറ്റേവയെ പിടിച്ചോണ്ട് പോയിട്ടില്ലേ, അവിടെ പോ. എങ്ങനെയും ആ ബാഗ് കൈക്കലാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ തുറക്കണമെന്നും ആ ഡിവൈസ് എങ്ങനെ ഓഫ് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞുതരാം. തുടർന്ന് ഈതിന് ഓട്ടത്തോടോട്ടം ഓടിച്ചെന്ന് ഇവന്റെ സാറ് ഫില്ല് മറ്റേയുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആ റൂമിൽ കയറുന്നു. ട്രാവലറിന്റെ ഗണ്ണ് ഹീറോ എടുത്തുണ്ടല്ലോ, അതൊരു പ്ലാസ്റ്റിക് ഗണ്ണാണ്. ആ ഗണ്ണ് ഉപയോഗിച്ച് ഫില്ലിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനാണ് ട്രാവലർ പറയുന്നത്. പ്ലാസ്റ്റിക് ഗൺ ആയതുകൊണ്ട് തുടരെ അങ്ങ് ഷൂട്ട് ചെയ്യരുത്, ഗ്യാപ്പ് ഇട്ടില്ലെങ്കിൽ ഗണ്ണ് പൊട്ടിത്തെറിക്കും. ഈതൻ സ്റ്റക്കായി ഫില്ലിനെ ഷൂട്ട് ചെയ്ത് കൊല്ലണമെന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി ഇവന്റെ അടുത്ത സുഹൃത്തായിരുന്ന ലിയോണൽ മരിച്ചു, കൊല്ലപ്പെട്ടു. ഇനിയിപ്പോൾ ഇവന്റെ കൈ കൊണ്ട് തന്നെ ഇവന്റെ സാറിനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹീറോയ്ക്ക് പറ്റുന്നില്ല. ഈതൻ ഗണ്ണ് മാറ്റിയതും മറ്റേയോ അവിടെ നിന്നൊരു പേന എടുത്ത് ഫില്ലിന്റെ കഴുത്തിൽ കുത്തിയിറക്കി. അതുകൊണ്ട് ഈതൻ മറ്റേയോ ഇങ്ങനെ പിടിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവനും നമ്മുടെ ഈതനെ പോലെ തന്നെയാണ്. ട്രാവലർ ഇവനെയും ഭീഷണിപ്പെടുത്തി ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണ്. പുറത്തുള്ള വാച്ചറിന്റെ വാനിൽ ഒരുത്തനെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടല്ലോ, അദ്ദേഹം ഈ മറ്റേയോയുടെ ഹസ്ബൻഡാണ്. ഇവർ ഗേ കപ്പിൾസ് ആണ്. മറ്റേയോയുടെ ഹസ്ബൻഡിനെ പിടിച്ചു വെച്ച് അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് മറ്റേയെ കൊണ്ട് ഇവന്മാർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോഴും സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 3 മിനിറ്റോളം മാത്രമേ ബാക്കിയുള്ളൂ. ട്രാവലർ ഈതൻ ആ ബാഗിന്റെ കോഡ് പറഞ്ഞു കൊടുത്തു. ഈതനത് തുറന്നു നോക്കി. ഇതാണ് ഇവർ പറയുന്ന ഡിവൈസ്. ഇതിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഗ്യാസ് അല്ലെങ്കിൽ ഈ വെപ്പൺ ലീക്ക് ആയി തുടങ്ങിയാൽ പിന്നെ ഇവിടെ ഒരാളും ജീവനോടെ ഉണ്ടാവത്തില്ല. ക്രിസ്മസ് ഈവ് ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ എങ്ങനെ പോയാലും 10,000-ൽ കുറയാതെ ആളുകളുണ്ട്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇത് സ്പ്രെഡായി ഇത്രത്തോളം ആളുകൾ കൊല്ലപ്പെടും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ട്രാവലർ പറയുന്നത് കേട്ട് ഇത് ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈതൻ ചെയ്യുന്നു. ആദ്യം തന്നെ ഡിവൈസ് മാനുവൽ മോഡിലേക്ക് സെറ്റ് ചെയ്യണം. ട്രാവലർ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. ഈതൻ അതുപോലെ തന്നെ ചെയ്തു. സിസ്റ്റം മാനുവൽ മോഡിലായിരുന്ന സെയിം ടൈം തന്നെ ട്രാവലറിന്റെ കയ്യിലുള്ള ഫോണിലും കാണിക്കുന്നുണ്ട്. ദെൻ ഡിവൈസിലുള്ള 2 ഗ്യാസ് ക്ലസ്റ്റേഴ്സിൽ ഒരെണ്ണം ഉയർത്തിയിട്ട് അതിനടിയിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അതോടെ ടൈമർ സ്റ്റോപ്പ് ആവുമെന്നാണ് ട്രാവലർ പറയുന്നത്. ഇതിനും ഇതുപോലെ തന്നെ ചെയ്തു വരുമ്പോൾ ഇതിന്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്ന റോളണ്ട് എന്ന പുള്ളിക്കാരനുണ്ടല്ലോ, ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ, അയാൾ ഇവിടെ വന്ന് വാതിലിൽ നോക്കിയുവാണ്. അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അങ്ങേർക്ക് അറിയണമെന്ന്. ഇപ്പൊ വാതിൽ തുറക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തുറന്നാൽ ഇവരുടെ സാറിന്റെ ബോഡി ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണും. മേ ബി ടൈമറും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ആകെ കുളമാകും. വെപ്രാളത്തിലായിരുന്ന മറ്റേയോ ട്രാവലറിന്റെ പ്ലാസ്റ്റിക് ഗൺ എടുത്ത് വാതിലേക്ക് അങ്ങ് പോയിന്റ് ചെയ്തു. പുറത്ത് നിൽക്കുന്ന റോളണ്ട് അകത്ത് കയറുമെന്ന് ഇതെല്ലാം കാണുന്നതിന് മുമ്പ് അയാൾ അങ്ങ് കൊന്നു കളഞ്ഞേക്കാന്നാണ് ഇവൻ പറയുന്നത്. ഈതൻ സമ്മതിക്കൂ. ഡേ ഒന്ന് അടങ്ങിയില്ല, ആദ്യം ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നീ ആദ്യം ചീഫിന്റെ ബോഡി കാണാൻ പറ്റാത്ത രീതിയിൽ ഇതെല്ലാം എടുത്ത് അവിടെ വെക്ക്. മറ്റേയും ഇവൻ പറഞ്ഞ പോലെ ചീഫിന്റെ ബോഡി കാണാൻ പറ്റാത്ത രീതിയിൽ ബാഗുകളൊക്കെ എടുത്ത് അങ്ങനെ നിരത്തി വെക്കുന്നു. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ആകെ 5 സെക്കൻഡേ ബാക്കിയുള്ളൂ. ഡിവൈസിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ ഇതിന്റെ കൈ എത്തുന്നുമില്ല. തുടർന്ന് മറ്റേയോ ചീഫിനെ കുത്തിക്കൊല്ലാൻ യൂസ് ചെയ്ത അതേ പേന എടുത്ത് ആ പേന ഉപയോഗിച്ച് ഇവൻ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഭാഗ്യം 2 സെക്കൻഡ് ബാക്കിയുണ്ടായിരുന്നു. വൈറസ് സ്പ്രെഡ് ആയി തുടങ്ങുന്നതിന് 2 സെക്കൻഡ് മുന്നേ ഇവർക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു. ദെൻ ബാഗും ഈ ഡിവൈസും എല്ലാം എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞ് വാതിൽ തുറന്നു. റോളണ്ട് അകത്ത് കയറി. ഈതൻ എന്താ ഇവിടെ നടക്കുന്നത്? സാർ ഇവിടെ? സാർ എന്തോ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു പോയി. എന്നോട് ഇവനെ ചോദ്യം ചെയ്യാൻ ഇവന്റെ ബാഗൊക്കെ പരിശോധിക്കാൻ പറഞ്ഞു. ഞാനെല്ലാം ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. റോളണ്ട് ഇതങ്ങ് വിശ്വസിക്കുന്നുണ്ട്. ഈ റോളണ്ട് ഇത് വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങേരെ കൊല്ലാൻ ഗണ്ണൊക്കെ പിടിച്ച് റെഡി ആയിരിക്കുമായിരുന്നു മറ്റേയോ. ഇതേസമയം എയർപോർട്ടിലേക്ക് ജോൺ ആൽക്കോട്ടിന്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡിറ്റക്റ്റീവിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ കിട്ടി. ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ നിന്ന് ജോൺ ആൽക്കോട്ട് ഇവളെ കാണാൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്ന്. അതെങ്ങനെ ശരിയാവും? ഇവളുടെ കൂടെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ ജോൺ ആൽക്കോട്ട്? എന്നാലല്ല, ഇവൻ വില്ലന്മാരുടെ ആളാണ്. കഴിഞ്ഞ 72 മണിക്കൂറായിട്ട് പോലീസ് സ്റ്റേഷൻ, ഹോംലാൻഡ് സെക്യൂരിറ്റി അവരുടെ എല്ലാം കോൾസ് ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇവൻ പ്രശ്നക്കാരനാണെന്ന് മനസ്സിലാക്കിയതും ഡിറ്റക്റ്റീവ് ഇവന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്തു. ഓ ഡിറ്റക്റ്റീവ്, ഇത്രയ്ക്കൊക്കെ ആവേശം വേണമെന്ന് പറഞ്ഞ് ഇവൻ സ്പീഡ് കൂട്ടി. ഹൈവേയിൽ കാർ ഇപ്പോൾ വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിറ്റക്റ്റീവിനെ ഷൂട്ട് ചെയ്യാൻ പോയാൽ ഉറപ്പായിട്ടും കാർ ഇടിച്ച് വലിയ ആക്സിഡന്റ് ഉണ്ടാവും. ഡിറ്റക്റ്റീവ് രണ്ടും കൽപ്പിച്ച് അവളുടെ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി ഇവനെ ഷൂട്ട് ചെയ്തിട്ട് പുറത്ത് ചാടാന്ന് പ്ലാൻ ചെയ്തപ്പോൾ പെട്ടെന്ന് ഇവൻ തൊട്ടപ്പുറത്തെ ലൈനിലൂടെ വന്ന കാറിലേക്ക് കാർ ഇടിച്ച് കയറ്റി ഡിറ്റക്റ്റീവിന്റെ കയ്യിലുള്ള ഗണ്ണ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. ഇരുവരും തമ്മിൽ കാറിനകത്ത് വെച്ച് പൊരിഞ്ഞടി. ഇതിനിടെ പല വണ്ടികളും ഇടിച്ച് മറിഞ്ഞൊരു വരവാകുന്നുണ്ട്. ഒടുക്കം ഇവരുടെ കാറും ചാരിഞ്ഞും മറിഞ്ഞ് റോൾ ചെയ്ത് തലകുത്തനെ വന്ന് നിന്ന്. എന്നിട്ടും വിടാത്ത ഇവൻ ഡിറ്റക്റ്റീവിന്റെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് അവരെ കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലും ഡിറ്റക്റ്റീവ് പുള്ളിക്കാരുടെ ഗണ്ണെടുത്ത് ഇവനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. എന്നിട്ട് അതുവഴി വന്ന മറ്റൊരാളുടെ കാർ വാങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു. എയർപോർട്ടിലാവട്ടെ ട്രാവലർ ഈതിനോടും മറ്റേയോടും ആ ബാഗ് കൊണ്ടുപോയി കാർഗോ ലോഡ് ചെയ്യുന്ന സ്പേസിൽ വെക്കാൻ പറഞ്ഞു. ഇവരങ്ങോട്ട് പോകുന്ന പോക്കിൽ തന്നെ മറ്റേയോയുടെ ഹസ്ബൻഡിനെ കൊണ്ട് മറ്റേയോട് ഇവർ സംസാരിപ്പിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇതുവരെ മറ്റേയോ ഇവർക്ക് വേണ്ടി കുറേ കൊള്ളരായ്മ ചെയ്തു കൊടുത്തു. ഇനിയും മറ്റേയോയുടെ ഹസ്ബൻഡിനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്തു കൊടുക്കണമെന്ന്. മറ്റൊന്നുമല്ല, നമ്മുടെ ഈതിനെ അങ്ങ് കൊന്നു കളയണമെന്ന്. തന്റെ ഹസ്ബൻഡിനെ രക്ഷിക്കാൻ വേണ്ടി മറ്റേയോ അതും ചെയ്യാൻ തയ്യാറായി. അവൻ ഗണ്ണെടുത്ത് നമ്മുടെ ഹീറോയ്ക്ക് നേരെ പോയിന്റ് ചെയ്തപ്പോൾ ഭാഗ്യത്തിന് അവിടെയുള്ളൊരു കണ്ണാടിയിലൂടെ ഹീറോ ഇക്കാര്യം കണ്ടു. പെട്ടെന്ന് ഈതൻ ഒഴിഞ്ഞു മാറി. മറ്റേയും ഈതനും തമ്മിൽ അടിയായി. ഇതിനിടെ ആ ഡിവൈസ് ഉള്ള ബാഗ് തെറിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. ഈതൻ പറയുന്നൊന്നും കേൾക്കാൻ പോലും മറ്റേയോ തയ്യാറാവുന്നില്ല. അവന്റെ ഹസ്ബൻഡിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈതനെ ഷൂട്ട് ചെയ്തു കൊല്ലാൻ തുടർച്ചയായി ശ്രമിക്കുന്നു. ഈതന്റെ പുറകെ ഓടിച്ചെന്ന് തുടർച്ചയായിട്ട് അവനെ ഷൂട്ട് ചെയ്തപ്പോൾ മറ്റേയുടെ കയ്യിലിരുന്ന ഗണ്ണ് പൊട്ടിത്തെറിച്ചു. അത് പ്ലാസ്റ്റിക് അല്ലേ, ഹീറ്റ് ആയി കഴിഞ്ഞാൽ തണുക്കാൻ സമയം വേണം. ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഷൂട്ട് ചെയ്തതുകൊണ്ട് ഗണ്ണ്
കണ്ണ് പൊട്ടിത്തെറിച്ച് ബുള്ളറ്റ് മറ്റേയോടെ കഴുത്തിൽ കുത്തിക്കേറി. എന്തായാലും മറ്റേയോ മരിക്കും, അവനെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ഹീറോ ഓടി അവന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവന്മാരുടെ വാക്ക് കേട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയതിന് നമ്മുടെ ഹീറോയോട് അവൻ സോറി പറയുന്നുണ്ട്. മറ്റേയോയും മരിച്ചു. ഈതൻ മറ്റേയോയുടെ ഫോൺ എടുത്ത് ആദ്യം തന്നെ നോറയെ വിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ എയർപോർട്ടിൽ ആകെ ഒരു റഷ് ടൈം ആയതുകൊണ്ട് അവൾക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എഡ്ഡിയുടെ ഫോണിലേക്ക് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. പുറത്തൊരു വൈറ്റ് കളർ റെഡി ടെഡി എഴുതിയ വാൻ ഉണ്ടെന്നും അതിൽ സ്നൈപ്പർ ഉണ്ടെന്നും എത്രയും വേഗം നോറയെ പോലീസിന്റെ അടുത്ത് എത്തിക്കണമെന്നും ഇതൊരു ടെററിസ്റ്റ് അറ്റാക്കിന്റെ ഭാഗമാണെന്നൊക്കെയാണ് മെസ്സേജ്. സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി എഡ്ഡിയും നോറയെ അന്വേഷിച്ചു പോയി. അപ്പോഴേക്കും നമ്മുടെ ഡിറ്റക്റ്റീവ് എയർപോർട്ടിൽ എത്തിയിരുന്നു. പുള്ളിക്കാരി ഈതനെ അന്വേഷിക്കുകയാണ്. ആൻഡ് ഈതനുള്ള അവിടേക്ക് ദേ ട്രാവലർ വന്നു. വൈറസ് കീപ്പ് ചെയ്തിരിക്കുന്ന ആ പെട്ടിയുടെ ലൊക്കേഷൻ നോക്കി അത് കൈക്കലാക്കാൻ വന്നിരിക്കുകയാണ് ഇങ്ങനെ. ട്രാവലർ വരുന്നത് മനസ്സിലാക്കി ഈതൻ ഓടി മാറി ഓടിച്ചെന്ന് അവിടെ കിടന്ന കുറേ സ്യൂട്ട് കേസിൽ ഇവരുടെ ഈ ഡിവൈസ് വെച്ചിരിക്കുന്ന ഇതേപോലത്തെ തന്നെയുള്ളൊരു സ്യൂട്ട് കേസ് കണ്ടുപിടിക്കുന്നുണ്ട്. ഈ രണ്ട് സ്യൂട്ട് കേസുകൾ കാണാൻ ഒരുപോലൊക്കെ തന്നെയാണെങ്കിലും ഈതനെടുത്ത രണ്ടാമത്തെ സ്യൂട്ട് കേസിന് സൈസ് ഒരല്പം കൂടുതലാണ്. പുള്ളിക്കാരൻ ജസ്റ്റ് ഇങ്ങനെ രണ്ട് സ്യൂട്ട് കേസിന്റെയും സൈസ് നോക്കുന്നത് മാത്രം കാണിച്ചു. പിന്നെ എന്ത് ചെയ്തൊന്നും കാണിച്ചില്ല. ട്രാവലർ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഈതനെ കാണാനില്ല. ട്രാവലർക്ക് ആവശ്യമുള്ള സ്യൂട്ട് കേസ് അവിടെയുണ്ട്. വൈറസും അതിനുള്ളിൽ തന്നെയുണ്ട്. കറക്റ്റായിട്ട് GPS ലൊക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഈതൻ എങ്ങോട്ടോ ഓടിപ്പോയിരിക്കുന്നു. ഏതായാലും ട്രാവലർക്ക് ആവശ്യമുള്ള ബാഗ് കിട്ടിയല്ലോ. പുള്ളിക്കാരൻ ബാഗ് എടുത്ത് അവിടുന്ന് മാറിപ്പോയി. ഇതേ സമയം എഡ്ഡി അവന് കിട്ടിയ മെസ്സേജ് നോറയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇതെന്താ സംഭവം ഏതാ സംഭവം എന്ന് ക്ലിയർ ആയിട്ട് ഐഡിയ ഇല്ലാതെ നിൽക്കുമ്പോൾ പുറത്ത് നോക്കുമ്പോൾ റെഡി ടെഡി എന്ന വാൻ അവിടെ വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് വാച്ചർ ഇറങ്ങി എയർപോർട്ടിനകത്തേക്ക് കയറുന്നു. നോറയെ കൊന്നുകളയാന്നുള്ളതാണ് ഉദ്ദേശം. അവൾ നേരെ പോലീസിന്റെ അടുത്തേക്ക് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. നമ്മുടെ എഡ്ഡി ഈ വാച്ചറിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ നിസ്സാരമായിട്ട് ഇവനെ കുത്തി വീഴ്ത്തിയിട്ട് നോറയുടെ പിന്നാലെ പോയി. നോറ എത്രയും വേഗം അവിടുന്ന് ഓടി ഇറങ്ങി പുറത്ത് പോലീസിന്റെ അടുത്ത് എല്ലാം ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഇവളുടെ പിന്നാലെ വരുന്ന വാച്ചർ അയാളുടെ വാനിൽ ഇവളെ ചേസ് ചെയ്യുന്നു. ഒരുപാട് വാഹനങ്ങൾക്കിടയിലൂടെ ഇവളെ ചേസ് ചെയ്യാൻ ശ്രമിച്ചു. ഒരു പോയിന്റിൽ അവന്റെ വാൻ ഇടിച്ചു നിന്നു. ഈ ക്രാഷിൽ വാനിനുള്ളിൽ ഇവർ പിടിച്ച് കെട്ടിയിട്ടിരുന്ന മറ്റേയുടെ ഹസ്ബൻഡിന്റെ കയ്യിലെ കെട്ട് വഴിയുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ വാച്ചർ നോറയെ കൊല്ലാൻ പിന്നെയും അവളുടെ പിന്നാലെ ചെന്നു. ഇതേ സമയം ഡിറ്റക്റ്റീവ് നമ്മുടെ ഈതനെ കണ്ടുപിടിച്ച് അവന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്തു. പ്ലീസ് നോ ഡിറ്റക്റ്റീവ്, ഞാനിതെല്ലാം തടഞ്ഞു നിർത്താനാണ് ശ്രമിക്കുന്നത്. ആ ക്രിമിനൽ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് എനിക്ക് അവനെ തടഞ്ഞു നിർത്തിയേ പറ്റൂ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡിറ്റക്റ്റീവ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈതിന്റെ കയ്യിൽ വിലങ്ങിടാൻ ശ്രമിച്ചപ്പോൾ ഈതിന് ഡിറ്റക്റ്റീവിനെ അടിച്ചിടേണ്ടി വന്നു. ഐ എം റിയലി സോറി ഡിറ്റക്റ്റീവ്, നിങ്ങൾ അന്വേഷിക്കുന്ന ക്രിമിനൽ ഒരു അമേരിക്കനാണ്, വൈറ്റ്, കറുത്ത തൊപ്പി വെച്ചിട്ടുണ്ട്, അവന്റെ ബ്ലാക്ക് കളർ സ്യൂട്ട് കേസിൽ ഒരു റെഡ് റിബണും കെട്ടിയിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഡിറ്റക്റ്റീവ് എണീറ്റ് വരുന്നതിന് മുമ്പ് അവിടുന്ന് ഓടിപ്പോയി. ഇവിടെ നോറയാവട്ടെ അവളെ കൊല്ലം ചെല്ലുന്ന വാച്ചറുടെ തലയ്ക്ക് ഒരു കുപ്പി എടുത്ത് അടിച്ചു പൊട്ടിച്ചിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. കറക്റ്റ് ഓടി ചെല്ലുന്നത് നമ്മുടെ ഈതിന്റെ അടുത്തേക്കാണ്. അവളെ കണ്ട് ഈതിനിങ്ങനെ കെട്ടിപ്പിടിച്ചതും വാച്ചർ പിന്നാലെ വന്ന് അവളെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നോറയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈതൻ അങ്ങ് തിരിഞ്ഞു നിന്നു. ഇപ്പോൾ വാച്ചർ ഷൂട്ട് ചെയ്താലും അത് ഈതനല്ലേ കൊള്ളുള്ളൂ. ഗൺ ഫയറായി വലിയ ശബ്ദം ഉണ്ടായി. എന്നാൽ താഴെ വീഴുന്നത് വാച്ചറാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ വാച്ചറിന്റെ വാനിനകത്തുണ്ടായിരുന്ന മറ്റേയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അങ്ങേ ഒരു വാനിലുള്ള സ്നൈപ്പർ എടുത്ത് വാച്ചറിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. ഏതായാലും ഒരുത്തനെ തീർത്തു. ഇനി ആ ട്രാവലറിനെ കൂടെ തീർക്കാൻ പറ്റിയാൽ എല്ലാം ഓക്കെ. ഹീറോയിനും മറ്റേയുടെ ഹസ്ബൻഡ് ജെസ്സിയുടെ അടുത്ത് ചെന്ന് മറ്റേയോ മരിച്ചു എന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയിച്ചു. ആൻഡ് ഇവിടെ ജെസ്സി പറയുന്നത് ട്രാവലർ DC-യിലേക്കാണ് പോകുന്നതെന്നാണ്. ഈതൻ വിചാരിച്ചിരുന്നത് ട്രാവലർ ന്യൂയോർക്ക് ഫ്ലൈറ്റിലാണ് പോകുന്നതെന്നാണ്. ബട്ട് അതൊരു ഡിസ്ട്രാക്ഷൻ മാത്രമാണ്. അയാൾ ശരിക്കും DC-യിലേക്കാണ് അത്ര പോകുന്നത്. ഇതേ സമയം എയർപോർട്ടിനുള്ളിൽ ട്രാവലറിന്റെ അടുത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഇയർപോഡ് കൊടുത്ത് പുള്ളിക്കാരി വരുന്നുണ്ട്. ബാഗ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവളുടെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇവളുടേതല്ലാതെ ഇയർ പീസ് ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരിയാണല്ലോ അത് ഹീറോയ്ക്ക് കൊടുത്തത്. ഇവളും ഈ പ്ലാനിന്റെ ഭാഗമാണ്. പുള്ളിക്കാരുടെ കയ്യിലുണ്ടായിരുന്നു DC-യിലേക്ക് പോകാനുള്ള ടിക്കറ്റ്. ഇരുവരും ഇവിടെ വെച്ച് ബാഗ് മാറി. ഇനി ട്രാവലർ DC-യിലേക്കാണ് പോകുന്നത്. DC ഫ്ലൈറ്റിൽ പോകുന്ന മുഴുവൻ ആളുകളെയും കൊന്നു കളഞ്ഞിട്ട് ഇവന് ചാടി രക്ഷപ്പെടാൻ വേണ്ടി പാരഷൂട്ട് കൂടിയുള്ള ഒരു ബാഗാണ് ഇവന്റെ ഉള്ളത്. DC-യിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ ഒരു VIP ഉണ്ട്, ഒരു കോൺഗ്രസ് വുമൺ, ഗ്രേസ് ടേണർ. ഇതാണ് ആള്. ഈ പുള്ളിക്കാരാണ് ഇവന്മാരുടെ ടാർഗറ്റ്. ഇവരെ കൊല്ലാൻ വേണ്ടിയാണ് ആ ഫ്ലൈറ്റ് മുഴുവൻ ഇവന്മാർ വൈറസ് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഒരു വൈറസ് സ്പ്രെഡായി പ്ലെയിൻ തകർന്നാൽ ഒബ്വിയസ്ലി അതിന്റെ ഉത്തരവാദിത്വം റഷ്യയുടെ മണ്ടയ്ക്ക് പോകും. റഷ്യൻ മെയ്ഡ് വൈറസ് ആയതുകൊണ്ട് തന്നെ അതിങ്ങോട്ട് കടത്തിക്കൊണ്ട് വന്നതായതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ടുള്ള അന്വേഷണമൊക്കെ ആ രീതിക്ക് പോകും. ഗ്രേസ് കയറി അതേ ഫ്ലൈറ്റിൽ ട്രാവലറും കയറി. അവന്റെ ആ ബാഗ് എടുത്ത് മുകളിൽ വെക്കാൻ നോക്കുമ്പോൾ അത് അതിനകത്ത് ഫിറ്റ് ആവുന്നില്ല. തിരിച്ചും മറിച്ചും വെച്ച് നോക്കിയിട്ടും അതങ്ങോട്ട് ഫിറ്റ് ആവുന്നില്ല. എയർ ഹോസ്റ്റസ് വന്ന് സർ ഈ ബാഗ് ഇവിടെ വെക്കാൻ പറ്റത്തില്ല, അത് കാർഗോ സെക്ഷനിൽ വെക്കണം, ഈ ബാഗ് വലുതാണെന്നൊക്കെ പറയുമ്പോൾ അല്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഞാൻ ഈ ബാഗ് കറക്റ്റായിട്ട് അളന്നാണ് കൊണ്ടുവന്നത്, കറക്റ്റ് സൈസ് ആയിരുന്നല്ലോ എന്ന് ട്രാവലർ പറയുന്നുണ്ട്. സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. നേരത്തെ നമ്മുടെ ഹീറോ 2 ബാഗ് എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നല്ലോ, അതിലൊരെണ്ണം ഒരല്പം സൈസ് കൂടുതലായിരുന്നല്ലോ. വൈറസിനെ അവൻ ആ വലിയ ബാഗിലേക്ക് മാറ്റി. 2 ബാഗും ഒരേപോലെ ആയിരുന്നതുകൊണ്ട് ട്രാവലർ ഇക്കാര്യം ശ്രദ്ധിച്ചില്ല. കൂടാതെ ആ ബാഗിൽ ഒരു ബാർകോഡ് മുട്ടിച്ചിരുന്നു. ഫ്ലൈറ്റിൽ അവർ ഈ ബാഗ് കാർഗോ സെക്ഷനിലേക്ക് മാറ്റുമ്പോൾ ഈ ബാർകോഡ് സ്കാൻ ചെയ്യും. അപ്പോൾ ഏത് ഫ്ലൈറ്റിലാണ് ഈ ബാഗ് എന്നുള്ള കാര്യം ഹീറോയ്ക്കൊക്കെ അറിയാൻ സാധിക്കും. അങ്ങനെ ഹീറോയിനും ട്രാവലർ സഞ്ചരിക്കുന്ന പ്ലെയിൻ കണ്ടുപിടിച്ചു. ഈ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നത് നിർത്തിയേക്കാം, സ്റ്റോപ്പ് ചെയ്തേക്കാമെന്ന് നോറ പറയുന്നുണ്ടെങ്കിലും അത് വേണ്ടെന്ന് പറയുവാണ് ഹീറോ. ടേക്ക് ഓഫ് ചെയ്യാതിരുന്നാൽ അവന് സംശയം തോന്നി ഗ്രൗണ്ടിൽ വെച്ച് തന്നെ അവൻ ആ വൈറസ് സ്പ്രെഡ് ചെയ്താൽ ഫ്ലൈറ്റിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുമല്ലോ. അതുകൊണ്ട് ട്രാവലർക്ക് സംശയം തോന്നാത്ത വിധത്തിൽ ഇത് ഡീൽ ചെയ്യണം. പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തോട്ടെ. ഹീറോ എങ്ങനെയെങ്കിലും ആ പ്ലെയിനിൽ ചെന്ന് കയറി ആ ബാഗ് കണ്ടുപിടിച്ച് അതിനകത്തുള്ള ബോംബ് ഡിഫ്യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഒരു തവണ ഇവനെ ടൈമർ സ്റ്റോപ്പ് ചെയ്തതാണല്ലോ, അതുകൊണ്ട് ഇവനത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാം. ഹീറോ ആ വഴിക്ക് പോയി. ഇതേ സമയം നമ്മുടെ എയർപോർട്ടിലുള്ള ഡിറ്റക്റ്റീവിനെ ഹോഹോസ് കൊതിയൻ കോൺടാക്ട് ചെയ്ത് അവന് കണ്ടുപിടിക്കാൻ പറ്റിയ കുറേ കൂടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഗ്രേസ് ടേർണർ DC-യിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലുണ്ടെന്നും ആ പുള്ളിക്കാരിയാണ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നതെന്നും അവരെ കൊന്നിട്ട് അതിന്റെ വഴി റഷ്യൻസിന്റെ മേൽ ഇടാനാണ് ഇവന്മാരുടെ ശ്രമം എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു? എന്തിനാണ് ഗ്രേസിനെ ടാർഗറ്റ് ചെയ്യുന്നത്? വെപ്പൺസ് ഡീലിംഗ്, വെപ്പൺസ് മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിഷയം. ഗ്രേസ് ടേർണർ ഉണ്ടെങ്കിൽ ഈ ഡീൽ പ്രൈവറ്റ് കമ്പനികൾക്ക് കിട്ടത്തില്ല. ഗ്രേസ് അവതരിപ്പിച്ച DTD പോലുള്ള പുതിയ നിയമങ്ങൾ കാരണം പ്രൈവറ്റ് കമ്പനികൾ ആകെ ബുദ്ധിമുട്ടിലാണ്. അവർക്ക് പുതിയ ഡീൽസ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ പ്ലാൻ ചെയ്ത് ഗ്രേസിനെ അങ്ങ് കൊന്നു കളഞ്ഞിട്ട് അതിന്റെ വഴി
വഴി റഷ്യൻസിന് മേലിടും. ഗ്രേസ് ഉൾപ്പെടെ ആ ഫ്ലൈറ്റിലുള്ള മുഴുവൻ ആളുകളും ക്രിസ്മസ് ഈവിൽ കൊല്ലപ്പെടുന്നു. അതും റഷ്യൻ മെയ്ഡ് വൈറസ് കൊണ്ട്. സ്വാഭാവികമായിട്ടും അന്വേഷണം ആ വഴിക്ക് പോകും. എന്നാൽ റഷ്യൻസിൽ അതിൽ യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ ചെയ്യുന്നത് അമേരിക്കൻസ് ആണ്, ഇവിടുത്തെ പ്രൈവറ്റ് കമ്പനീസ് ആണ്. ഇങ്ങനെ വലിയൊരു ദുരന്തമുണ്ടാക്കി വെപ്പൺസ് മാനുഫാക്ചറിംഗ് കമ്പനി അവർക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിച്ച് അവരുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇതെല്ലാം മനസ്സിലാക്കി ഡിറ്റക്റ്റീവ് DC-യിലേക്ക് പോകുന്ന പ്ലെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പ്ലെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നത് പ്രശ്നമല്ലേ, ഇങ്ങനെ സംഭവിച്ചുകൂടാന്ന് മനസ്സിലാക്കി നോറ ഓടി ഡിറ്റക്റ്റീവിന്റെ അടുത്ത് വന്ന്, നോ അങ്ങനെ ചെയ്യരുത്, പ്ലെയിൻ സ്റ്റോപ്പ് ചെയ്യരുത്, പ്ലീസ് മാം ഞാൻ പറയുന്നത് കേൾക്ക്, എന്റെ ബോയ് ഫ്രണ്ട് ഈതൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, അവൻ ആ ഡിവൈസ് ഡിഫ്യൂസ് ചെയ്തോളും, ഇപ്പോൾ പ്ലെയിൻ സ്റ്റോപ്പ് ചെയ്താൽ ആകെ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിച്ചതും ഡിറ്റക്റ്റീവ് ഇവൾ പറയുന്നത് വിശ്വസിച്ച് അതനുസരിച്ച് ചെയ്യാൻ തയ്യാറായി. അങ്ങനെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മുടെ ഈതൻ ഒരു വിധത്തിൽ പ്ലെയിനിൽ കയറാൻ സാധിച്ചിരുന്നു. നേരെ ചെന്ന് കാർഗോ സെക്ഷനിൽ കയറി ആ ബാഗ് കണ്ടുപിടിച്ച് അത് ഓപ്പൺ ചെയ്തു. ആദ്യം തന്നെ ആ ഡിവൈസ് മാനുവൽ മോഡിലേക്ക് സെറ്റ് ചെയ്തു. മാനുവൽ മോഡിലേക്ക് സെറ്റ് ചെയ്തപ്പോൾ തന്നെ വില്ലന്റെ ഫോണിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. ഇത് ഈതന്റെ പണിയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ആ മെനെ പിടിച്ചവൻ പിന്നെയും കയറി വരുവാണല്ലോ എന്ന് മനസ്സിലാക്കി വില്ലനും കാർഗോ സെക്ഷനിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഈതൻ ബാഗ് എടുത്തുകൊണ്ട് അവിടുന്ന് മാറാൻ ശ്രമിച്ചെങ്കിലും ട്രാവലർ അവന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്ത്, സമ്മതിച്ചടാ നീ ഹീറോ തന്നെ, വിദഗ്ധമായിട്ട് ബാഗ് മാറ്റുന്നു, ബാർകോഡ് ഒട്ടിക്കുന്നു, അത് സ്കാൻ ചെയ്ത് പ്ലെയിൻ കണ്ടുപിടിച്ച് ഇവിടെയും കയറി, കുറേ ഓവറായി, ഇനി മതിയാക്കാം, ബാഗ് അവിടെ വെച്ചേ, നോ വേ നീ എന്നെ എന്തായാലും ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല, ഇതും പൊട്ടിത്തെറിച്ച് നീ ഉൾപ്പെടെ ഇവിടെ എല്ലാവരും മരിക്കും എന്നൊക്കെ പറഞ്ഞ് കോൺഫിഡൻസ് കാണിച്ചെങ്കിലും വില്ലൻ ഹീറോയുടെ കാലിൽ ഷൂട്ട് ചെയ്തു. ഇക്കാര്യം പൈലറ്റ്സും നോട്ട് ചെയ്യുന്നുണ്ട്. കാർഗോയിൽ ഇങ്ങനെ രണ്ടുപേർ നിൽക്കുന്നു, അതിൽ ഒരാളുടെ കയ്യിൽ ഗണ്ണുണ്ട്. ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കി വീണ്ടും എയർപോർട്ടിലേക്ക് തിരിച്ചിറങ്ങാൻ പെർമിഷൻ ചോദിക്കുന്നു. ട്രാവലർ ഇതിന്റെ അടുത്തേക്ക് നടന്നു നിന്നപ്പോൾ ഇതിന് ആ പെട്ടി മൊത്തം എടുത്ത് കോൾഡ് കാർഗോ ഹോൾഡിംഗ് വെച്ചു. അത് കണ്ട് സത്യം പറഞ്ഞ വില്ലന് ചിരി വന്നു. എന്താ ഇത്, തണുപ്പടിച്ച ഇതിൽ നിന്ന് വൈറസ് പുറത്തു വരത്തില്ലെന്ന് കരുതിയോ, നിന്നെയാണല്ലോ ഞാൻ ബുദ്ധിമാനെന്ന് കരുതിയത്, ഈ മണ്ടനെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ആ പെട്ടി എടുത്ത് അതിലെ വൈറസ് ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്നേരം ഹീറോ, ഞാൻ എന്തുകൊണ്ടാണ് പോലീസിൽ സെലക്ട് ആവാഞ്ഞെന്നറിയോ, പോളിഗ്രാഫ് ടെസ്റ്റിൽ എനിക്ക് കള്ളം പറയേണ്ടി വന്നു, എന്റെ അച്ഛൻ ചെയ്ത ചെറിയൊരു തെറ്റ് പുറത്തു വരാതിരിക്കാൻ വേണ്ടി എനിക്ക് അവിടെ കള്ളം പറയേണ്ടി വന്നു. ഓ അത് കാരണമാണല്ലേ നിനക്ക് ജോലി കിട്ടാത്തത്, സത്യം പറയാലോ നീ ഒരു മരമണ്ടനാണ്, നിന്നെ ഒന്നും ഒരു കാര്യത്തിനും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ വൈറസ് ഇല്ല. വൈറസ് ക്ലസ്റ്റർ ഓൾറെഡി നമ്മുടെ ഹീറോ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒട്ടും വൈകിച്ചില്ല, വില്ലനെ അടിച്ചെടുത്ത് കോൾഡ് കാർഗോയിലിട്ട് വൈറസും പൊട്ടിച്ച് അതിനകത്തിട്ട് അതങ്ങ് ലോക്ക് ചെയ്തു. ഫുള്ളി സീൽഡ് ബോക്സ് ആയതുകൊണ്ട് അതിൽ നിന്ന് വൈറസ് പുറത്തു വരത്തില്ല. അങ്ങനെ വില്ലനെ മാത്രം വൈറസ് അഫക്ട് ചെയ്ത് അവൻ അതിനുള്ളിൽ കിടന്ന് മൃഗീയമായി കൊല്ലപ്പെടുകയാണ്. അങ്ങനെ പ്ലെയിൻ വീണ്ടും എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹീറോയ്ക്ക് ചുറ്റും പോലീസ് വളഞ്ഞു. ഹീറോയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവനല്ല പ്രശ്നക്കാരെന്നറിയാവുന്ന ഡിറ്റക്റ്റീവ് അവിടെ വന്ന് അവനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. നോറയും അങ്ങോട്ട് ഓടി വന്നു. വലിയൊരു അപകടം ഒഴിവാക്കാൻ പറ്റിയല്ലോ, എല്ലാവർക്കും സന്തോഷം. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞുപോയി. അടുത്ത ക്രിസ്മസ് ടൈം നമ്മുടെ ഹീറോയ്ക്ക് കുഞ്ഞൊക്കെ ജനിച്ചു. ഹീറോയും ഗേൾ ഫ്രണ്ടും ഒക്കെ ഇപ്പോൾ വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് ബൈ ദ വേ ഇവൻ എയർപോർട്ട് സെക്യൂരിറ്റി ജോബിൽ നിന്നൊക്കെ മാറി ആളിപ്പോൾ പോലീസുകാരനാണ്. വീണ്ടും ഒന്ന് ശ്രമിച്ചു, അവൻ ആഗ്രഹിച്ച ജോലി അവന് കിട്ടി, ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്.